പ്രവാസം ആണ് വിഷയം. പെരിയോനെ എന്ന് വിളിച്ച് കരഞ്ഞു നിലവിളിക്കും. ആ പെരിയോനുണ്ടോ ഇല്ലയോ പറ്റി വളരെ മനോഹരമായിട്ട് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ കുട്ടിക്കാലം വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ധാരാളം ആൾക്കാരുണ്ട്. അത് നൊസ്റ്റാൾജിക് ആവാൻ അവസരം നമുക്ക് ഈ കാലം തരുന്നില്ല എന്നുള്ളതാണ്. നമസ്കാരം ഷിബു. നമസ്കാരം. വെൽക്കം ടു അല ടോക്സ്. അപ്പൊ നമ്മള് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഏറ്റവും പുതിയ അലയുടെ സംഭാഷണം. അതെ, പ്രവാസം ആണ് വിഷയം. ഞങ്ങൾ ആക്ച്വലി രണ്ടുപേരും ആടുജീവിതം കണ്ടിട്ടുണ്ട്. അപ്പോൾ ആടുജീവിതം കഴിഞ്ഞിട്ടുള്ള കൂടിക്കാഴ്ചയും കൂടിയാണ്. പക്ഷെ സിനിമയെ പറ്റി അല്ല. പക്ഷെ അതിലൊരു സെൻട്രൽ തീം എന്ന് പറയുന്നത് പ്രവാസമാണ്. നമ്മൾ പ്രവാസികളാണ് എന്നൊക്കെ നമുക്ക് പ്രവാസത്തിനെ പറ്റി ഇങ്ങനെ സംസാരിച്ചു പോയി. എവിടെ എത്തുന്ന അറിഞ്ഞൂടാ. പക്ഷെ എന്നാലും ആ സിനിമ കാണുമ്പോഴാണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമയുടെ ആ ഒരു അതിന്റെ സ്ക്രിപ്റ്റില് അതിന്റെ മരുഭൂമി കാണിച്ചിട്ട് കരുവാറ്റയിലെ ആറ് കാണിക്കുന്നതും ഒക്കെ നോക്കുമ്പോൾ ശരിക്കും ആ പ്രവാസം എന്ന് പറയുന്ന ആ ഒരു നമ്മളുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ആ ഒരു പ്രവാസത്തിൽ നമുക്ക് മിസ്സാവുന്ന ചില ഘടകങ്ങളുണ്ടല്ലോ. നമ്മൾ ദൂരെ ഇരിക്കുമ്പോൾ നമുക്ക് നാട്ടിൽ എന്തൊക്കെയാണ് നമുക്ക് മിസ്സാവുന്നത്, ആ മിസ്സാവുന്ന ചില എലിമെന്റ്സിലേക്ക് കൃത്യമായിട്ട് ആ സിനിമയിലെ ചില സീൻസ്, ചില എന്താ പറയുക, ഒരു സീനിൽ നിന്ന് മറ്റൊരു സീനിലേക്ക് മാറുന്നതിലൊക്കെ ചില കൃത്യമായിട്ട് ഹിറ്റ് ആവുന്നുണ്ട് അതിനകത്ത്. അപ്പൊ നമ്മുടെ ഉള്ളിലൊരു പ്രവാസി ഉണരുന്നുണ്ട്. അങ്ങനെ ഉണർന്നായിരുന്നു അത് കണ്ടപ്പോൾ. എനിക്കങ്ങനെ പലപ്പോഴും ഞാനിങ്ങനെ ഫുൾ ടൈം ഉറങ്ങിക്കിടക്കുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് എനിക്ക് ശരിക്കും അതിൽ കാണിച്ച കേരളത്തെ കുറിച്ച് കാണിച്ചത് അത് എൻ്റെ ജീവിതമല്ല എന്ന് പറഞ്ഞാൽ ഞാൻ കണക്ട് ചെയ്യുന്നു, ഞാൻ ജീവിക്കുന്ന സ്ഥലത്തോ ജീവിച്ച സാഹചര്യം ഒന്നുമല്ല എന്നുള്ളതാണ്. പക്ഷെ അതാണ് കേരളം എന്നത്. പക്ഷെ അതിൽ കൂടെ ഞാൻ കണ്ടത് ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞൊരു സാധനം എന്ന് പറഞ്ഞാൽ ചില സമയത്ത് എനിക്കിങ്ങനെ നാട്ടിലെത്തണമെന്ന് ഭയങ്കരമായിട്ട് തോന്നുന്ന സമയത്ത് വീട്ടിൻ്റെ പുറത്ത് പോയിട്ട് കണ്ണടച്ചിങ്ങനെ നിൽക്കും. അപ്പോൾ ചീവീടിൻ്റെ ശബ്ദം നാട്ടിലിവിടെ ഒരേ പോലെ. അപ്പോൾ ആ ചീവീടിൻ്റെ ശബ്ദം കേൾക്കുന്ന സമയത്ത് ഇനി കണ്ണു തുറന്നാൽ ഞാൻ എൻ്റെ വീട്ടിൻ്റെ പടിക്കലായിരിക്കും എന്നുള്ളൊരു തോന്നൽ. ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ കണ്ണടച്ച് നിൽക്കുക, ചീവീടിൻ്റെ ശബ്ദം പിടിക്കുക, അപ്പോൾ നമ്മൾ ശരിക്കും ആയിരിക്കുന്ന സ്പേസ് വേറെ സ്പേസ് ആക്കിയിട്ട് വെർച്വലി നമ്മൾ മാറ്റുക. ഞാനിത് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? എനിക്കൊന്ന് എല്ലാ മനുഷ്യർക്കും ഇത്തരത്തിൽ ഒരു വിദ്യ ഒരു പൊടിക്കൈ അവർക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ചെയ്യുന്നത് ഞാൻ ഈ ഫുഡ് ബ്ലോഗ്സ്, നാട്ടിലെ ചായക്കട, നാട്ടിലെ അടുപ്പ്, വിറകടുപ്പ്, നാട്ടിലെ നമ്മുടെ ചീനച്ചട്ടി, അതിനകത്ത് കുക്ക് ചെയ്യുന്നതിന്റെ തവി, എനിക്കതൊക്കെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലെത്തിയ ഒരു നിറവ്. നമ്മൾ ആ നാട്ടിലെ നമ്മുടെ ഇടവഴിയിലൂടെ നടക്കുന്നു, നമ്മുടെ ആ കടയ്ക്കകത്ത് കയറിയിരിക്കുന്നു, നമ്മുടെ ആ തടി ബെഞ്ചിൽ കയറിയിരിക്കുന്നു, നമ്മളൊരു ചായ പറയുന്നു, അപ്പോൾ അടിച്ച ചായ ചെറിയ കുപ്പി ഗ്ലാസ്സിൽ പതയോടുകൂടി കൊണ്ടുതരുന്നു. ഇതൊക്കെ കാണുമ്പോൾ നമ്മളൊരു കാലത്തെ ഇങ്ങനെ തിരിച്ചു പിടിക്കുന്ന പോലൊരു ഫീല് എനിക്ക് ആഹാരവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്തത്. എനിക്ക് ഒരുപാട് മനുഷ്യർക്ക് എനിക്കൊന്ന് ഈ ഫുഡ് വ്ളോഗുകളൊക്കെ ഇത്രയും അധികം ഏറ്റവും കൂടുതൽ പക്ഷേ കണ്ടു തീർക്കുന്നത്, ഈ ആഹാരങ്ങൾ കഴിച്ചു തീർക്കുന്ന പോലെ ഈ വീഡിയോകൾ കണ്ടു തീർക്കുന്നത് പ്രവാസികളായിരിക്കും എനിക്ക് തോന്നുന്നത്. കാരണം അവര് നാട്ടിലെ മണങ്ങളെ, നാട്ടിലെ രുചിയെ, നാട്ടിലെ മനുഷ്യരെ ഒക്കെ തിരിച്ചു പിടിക്കുന്ന പ്രധാനപ്പെട്ട ഒരു അതിൽ പങ്കുവഹിക്കുന്ന വളരെ നിർണായകമായ പങ്കുവഹിക്കുന്ന ഒന്നാണ് ഈ നാട്ടിൽ നിന്ന് വരുന്ന ഇത്തരം വീഡിയോകൾ. അതായത് ചില വീടുകളിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഇവരിങ്ങനെ കുക്ക് ചെയ്യുന്നുണ്ടാവും എന്തെങ്കിലും വീട്ടിൽ. അപ്പോൾ നമ്മൾ നാട്ടിലിപ്പോൾ ഞങ്ങൾക്ക് ഒരു കോളനി ആണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ കോളനിയിൽ ആയിട്ട് ഒരു 11 മണി കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ മണങ്ങനെ വരും ഓരോ വീട്ടിൽ നിന്ന്. അപ്പോൾ ഞാൻ ഈ മണം പിടിക്കും. കാരണം വീട്ടിൽ ഇറച്ചി എല്ലാ ദിവസവും ഉണ്ടാക്കാത്തതുകൊണ്ട് ഈ മണം പിടിച്ച് ഓരോ വീട്ടിൻ്റെ മുമ്പ് കൂടെ ഇങ്ങനെ പോണ സമയത്താണ് നമുക്ക്. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ വൈകുന്നേരം ചിലപ്പോൾ ഉച്ചയാകുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഭക്ഷണമൊക്കെ ഇങ്ങനെ വിളമ്പുന്ന സമയത്തുണ്ടാവും ചെറിയൊരു സ്റ്റീൽ പാത്രത്തിലുണ്ടാവും കുറച്ച് ചിക്കൻ, ഒരു 2 മീൻ പൊരിച്ച്. അപ്പോൾ എന്താ ഇല്ല, നീ ഇന്ന് രാവിലെ അതിലൂടെ അങ്ങനെ നടന്നു പോകുന്നത് അവർ കണ്ടിട്ടുണ്ട്, അവരുടെ കുട്ടികൾക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിച്ചിട്ട് ചെറിയൊരു സാധനം നിനക്ക് കൊണ്ടയച്ചെന്നാണ് പറയും. അപ്പം അങ്ങനത്തെ കുറേ സംഭവങ്ങൾ അത് പക്ഷെ എനിക്ക് തോന്നുന്നത് നാടിന് മാത്രമല്ല കേട്ടോ. പലപ്പോഴും ഇവിടെ നമ്മളത് കാണുന്നുണ്ടാവില്ല. ചിലപ്പോൾ ഞങ്ങൾ ഇവിടെ താമസിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ ആദ്യം വന്ന സമയത്ത് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഓരോ നയിച്ചുകൊണ്ട് ഇപ്പോഴും ചില സമയത്ത് ഇപ്പം ഞങ്ങളുടെ കിച്ചൻ്റെ വിൻഡോ അവിടെ കർട്ടൻ ഇട്ടിട്ടില്ല. അപ്പം അപ്പുറത്ത് നിൽക്കുന്ന റോണും നാൻസിക്കും കണ്ട നോക്കാം.
അപ്പോൾ ഇടയ്ക്ക് മെസ്സേജ് അയക്കും, റോൺ റിയലി ലൈക്സ് വാട്ട് വിനോദ് ഇസ് കുക്കിംഗ് എന്ന് പറയും. അപ്പോൾ അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് ചപ്പാത്തി എന്തെങ്കിലും ആലു പൊറോട്ട ഉണ്ടാക്കുന്നുണ്ട്, അതല്ലേ കറി. ഉപരി ഫിലിപ്പൈൻസിനാണ്. അപ്പോൾ ഫിലിപ്പൈൻസ് നമുക്ക് ഈ മാങ്ങേൻ്റെ, അപ്പോൾ അവർ സ്പാനിഷാണ്, അവർക്ക് മാങ്ങയോട് താല്പര്യമില്ല. ഇയാൾക്ക് മാങ്ങ ഫിലിപ്പൈൻ്റെ മാങ്ങ ഭയങ്കര. അപ്പോൾ മാങ്ങ കൂട്ടാനൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് അയച്ചു കൊടുക്കും. ഇവിടെ അതുണ്ട് പലപ്പോഴും. അതെനിക്ക് തോന്നുന്നു ചിലപ്പം മലയാളികളുടെ ഇടയിൽ ഇല്ലാത്തേ ഉള്ളൂ. കാരണം ഞാൻ ഇവിടെ ഉള്ള ആൾക്കാർ ഞങ്ങളോട് വരുമ്പോൾ ഞങ്ങൾ മാത്രമേ ഇന്ത്യക്കാരുള്ളൂ ആ പ്രദേശത്ത്. പക്ഷെ അല്ലാത്ത ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫുഡ് കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഞാനിപ്പോൾ ഇപ്പൊ നാട്ടിൽ ഇപ്പോൾ ഇവിടെ നമ്മുടെ ഇന്ത്യൻസ് അല്ലെങ്കിൽ പിന്നെ മലയാളികൾ തന്നെ നമ്മുടെ അയൽക്കാരായിട്ടുണ്ടെങ്കിൽ തുറന്ന് ചോദിക്കാനൊരു മടിയുണ്ട്. നമുക്കാണെങ്കിലും മടിയുണ്ട്. നമുക്കിപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ട മതിപ്പിക്കുന്ന ഒരു മണം നമ്മളിങ്ങനെ തേടി വരിക. കാരണം നമ്മൾ ഈ നാട് മാറുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന മണങ്ങൾ മാറിക്കൊണ്ടിരിക്കും. നമുക്ക് ബാംഗ്ലൂർ വെച്ച് കിട്ടിയ മണങ്ങളല്ല നമുക്ക് കാലിഫോർണിയയിൽ കിട്ടുന്നത്. കാലിഫോർണിയയിൽ വീട്ടിൽ കിട്ടിയതല്ല നമുക്ക് ട്രിവാൻഡ്രത്ത് കിട്ടുന്നത്. ഇത് മാറിക്കൊണ്ടിരിക്കും. കാലിഫോർണിയ ഇങ്ങനെ നമ്മൾ ഇതുവരെ കിട്ടിയിട്ടില്ല ചില മണങ്ങൾ കിട്ടുന്നു. കുറെ കാലം കഴിയുമ്പോൾ നമുക്ക് ആ മണമായിട്ട് പരിചിതമാകുന്നു. നമ്മളത് നമ്മുടെ നൊസ്റ്റാൾജിയുടെ ഒന്നും ഭാഗമല്ലാത്തത് കൊണ്ട് നമ്മുടെ എന്താ പറയുക, നമുക്ക് അതൊക്കെ പരിചിതമാകും. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് പണ്ട് എവിടെയോ നമുക്ക് കിട്ടിയിരുന്ന ഒരു മണം കിട്ടാൻ തുടങ്ങും. ഒരു ദിവസം ഉച്ചയ്ക്ക് നമ്മൾ പെട്ടെന്ന് തിരക്കിട്ട് കടയിൽ പോയി സാധനം മേടിച്ച് ഒന്നുകിൽ പഞ്ചസാര തീർന്നു അല്ലെങ്കിൽ പച്ചമുളക് തീർന്നു എന്ന് നമ്മൾ പാത്രം അടുപ്പത്ത് കയറ്റിയിട്ടായിരിക്കും നമ്മൾ അറിയുന്നത്. നമ്മൾ ഫ്രിഡ്ജ് തുറന്ന് നോക്കുമ്പോൾ സാധനമില്ല. ഉടനെ പിന്നെ അടുപ്പ് ഓഫ് ചെയ്തിട്ട് നമ്മൾ ഉടനെ ഇന്ത്യൻ സ്റ്റോറിലേക്ക് ഓടുക. ഇന്ത്യൻ സ്റ്റോറിലേക്ക് ഓടുന്നു, അവിടുന്ന് സാധനം എടുത്തുകൊണ്ട് വരുന്നു. ഓടി നമ്മൾ തിരക്കിട്ട് സ്റ്റെപ്പ് കയറുമ്പോൾ ഒരു മണം അതാ പിന്നീന്ന് വിളിക്കും. ഈ മണം നമ്മൾ പണ്ട് നമ്മുടെ അടുക്കളയിൽ നമ്മുടെ അമ്മ ഉണ്ടാക്കുന്ന സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ നമ്മുടെ അമ്മാവിമാരുണ്ടാക്കിയ സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ നമ്മൾ വെക്കേഷന് പോയി നമ്മുടെ തറവാട്ടിൽ നിന്ന സമയത്ത് നമുക്ക് കിട്ടിയ എന്തോ ഒരു മണം, എന്തോ ഒരു സാധനം കിട്ടുന്നു. പക്ഷേ നമുക്കത് ഭയങ്കര കൊതി തോന്നിയെങ്കിലും നമ്മൾ അവരുടെ അടുത്ത് ചോദിക്കുകയോ അല്ലെങ്കിൽ അവരുടെ അടുത്ത് കിട്ടിയാൽ കൊള്ളാമായിരുന്നു ഇൻഡയറക്റ്റ്ലി പോലും പറയാനോ നമുക്കൊരു മടിയുണ്ട്. പക്ഷെ അങ്ങോട്ട് ഒരു മടി നമ്മുടെ എന്താ പറയുക മറ്റുള്ള മനുഷ്യരിൽ അവർക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം ചോദിക്കുന്നതിനോ അല്ലെങ്കിൽ അത് താല്പര്യമുണ്ടെന്ന് അറിയിക്കുന്നതിനോ അങ്ങനെയുള്ള ഇൻഹിബിഷൻസ് ഒന്നും ഇല്ല. അല്ല അത് എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ ചിലപ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാവും. നമ്മളിപ്പോൾ അത് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കയിലേക്ക് എത്തിയിരുന്നു ഇപ്പോഴും അതേമാതിരി ആണല്ലോ എന്നുള്ളൊരു ചോദ്യം തിരിച്ചു വരുമോ എന്നുള്ളത് പഠിച്ചിട്ടാണ്. മാത്രമല്ല നമ്മൾ ഇതിനെയൊക്കെ ഭയങ്കര നൊസ്റ്റാൾജിക്കലായി കാണുന്നത് നമ്മുടെ ഒരു പ്രിവിലേജിന്റെ ഭാഗം കൂടെയാണ്. കാരണം നമുക്ക് നാടിനെ നോക്കുമ്പോൾ നമ്മളൊരു പ്രിവിലേജിന്റെ നാട്ടിലെ ജീവിതം ആയതുകൊണ്ട് അതൊക്കെ വളരെ സുന്ദരമായിട്ട് നമുക്ക് തോന്നുന്നു എന്നുള്ളൊരു ഫാക്ടർ. ഇപ്പം എനിക്കൊക്കെ ഇപ്പോൾ ആടുജീവിതമൊക്കെ കാണുന്ന സമയത്തൊക്കെ തന്നെ എല്ലാ രീതിയിലും പ്രവാസ ജീവിതമായാലും നാട്ടിലെ ജീവിതമായാലും പ്രിവിലേജിനായിരുന്നൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അതും ഉണ്ടായിരിക്കാൻ മതി. നൊസ്റ്റാൾജിയും ഭയങ്കര രസമായിട്ട് പാസ്റ്റിനെ പറ്റി പറയുന്ന സമയത്ത് കുട്ടിക്കാലത്തെ പറ്റി വളരെ മനോഹരമായിട്ട് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ കുട്ടിക്കാലം വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ധാരാളം ആൾക്കാരുണ്ട്. അവർക്കൊരിക്കലും കുട്ടിക്കാലം എനിക്ക് എൻ്റെ ബാല്യം തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറയാൻ പറ്റാത്ത ധാരാളം ആൾക്കാരും നമ്മളുടെ ഇടയിലുണ്ട്. അപ്പം ഇത് വലിയ ബുദ്ധിമുട്ടാണ്. ഈ പ്രവാസം നമ്മൾ പറയുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു സിനിമ കണ്ടിട്ട് നമ്മൾ അതിനോടുള്ള നമ്മളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ നമ്മളുടെയൊക്കെ അനുഭവങ്ങളിൽ നിന്നും വരുന്നൊരു സംഭവമാണ്. ഇപ്പം ഞാനിവിടെ അമേരിക്കയിൽ വന്നു കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ട് കാലിഫോർണിയയിലേക്ക് വരുന്ന സമയത്ത് ഞാൻ അവിടെ ഓടിച്ചു വന്നതാണ് DC-ന്ന്. അപ്പം കൂടെ ഒരാളുണ്ട്, പക്ഷേ അയാൾക്ക് ലൈസൻസ് ഇല്ല. അപ്പം എനിക്ക് ലൈസൻസ് കിട്ടിയിട്ട് 3 മാസമായി. അപ്പോൾ ഞാനത് ഓടിച്ച് കംപ്ലീറ്റ് 3000 മൈൽ ഓടിച്ച് വന്നു ഇവിടെ. അപ്പോൾ കാലിഫോർണിയയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവൻ്റെ അടുത്ത് ഇങ്ങനെ കുറച്ച് പാട്ടിൻ്റെയും കവിതേൻ്റെയും ഒക്കെ CD ഉണ്ട്. ഞാൻ അവനോട് പറഞ്ഞു അന്ന് CD ഇടണം, ഈ CD ചേഞ്ചറും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇവനെ കൊണ്ട് പറയും അതിടറാ എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ CD ഇടാനും സിഗരറ്റ് കത്തിക്കാനും, കാരണം ഞാൻ പഠിച്ചിട്ടില്ല, ഈ വണ്ടി ഓടിച്ചുകൊണ്ട് സിഗരറ്റ് കത്തിക്കാനുള്ള വിദ്യ അറിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇവനോട് പറയും. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പാട്ടൊക്കെ ഇതാക്കിയപ്പോൾ എന്നോട് പറഞ്ഞു മെല്ലേക്ക് ആൾക്കാർ മനസ്സിലാക്കും മലയാളിയാണ്. ഞാൻ പറഞ്ഞു കണ്ടാ സാഹിബിനെ മാതിരി ഉണ്ട് ഈ മലയാളം, ഈ ഭാഷ കേൾക്കുന്ന വേണം. ഓഹോ മലയാളികളാണല്ലോ, എന്തോ ഒരു തോട്ട് ഉണ്ട് നമുക്ക്. ഇപ്പോഴും നടക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ കോസ്കോയിൽ പോകുന്നു, എവിടെയെങ്കിലും പോകുന്നു, എവിടെയെങ്കിലും മലയാളി ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ശബ്ദം ഒന്ന് കുറവാക്കും. അതായത് അതെന്താ അവരറിഞ്ഞാലെന്താ പ്രശ്നം, എന്താ കാര്യം, അതല്ല നമ്മൾ നേരിട്ട് പോയിട്ട് പരിചയപ്പെടാൻ നോക്കില്ല. മലയാളിയാണോ എന്നുള്ള ചോദ്യം നമ്മൾ ചോദിക്കുക. വാട്ട് ഈസ് സ്റ്റോപ്പിങ് അസ്, വാട്ട് ഈസ് ഇൻഹിബിറ്റിങ് അസ് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ ഒരു പ്രാവശ്യം സാൻ ഫ്രാൻസിസ്കോയിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ 2 പേരിങ്ങനെ സംസാരിക്കുക, കന്നഡയിൽ സംസാരിച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരു സ്ത്രീ നേരെ അവരെടുത്ത് വന്നിട്ട് അല്ല ഞാനത് പരിചയപ്പെട്ടെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അതെ. അപ്പോൾ അവർക്ക് ആകെ അന്തം വിട്ടു, ഇവരെന്തിനാ പരിചയപ്പെടണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ്, വന്നിട്ട് 3 വയസ്സായി, സ്ഥിരം ട്രെയിനിൽ പോവും, ഒരൊറ്റ ആൾ കന്നഡ പറയുന്നത് കേൾക്കാറില്ല,
തമിഴ് പറയുന്ന കേൾക്കാണ്ട്, തെലുങ്ക് പറയുന്ന കേൾക്കാണ്ട്, ഹിന്ദി പറയുന്ന കേൾക്കാണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി നിങ്ങൾ കന്നഡയിൽ പറയുന്നത് കേൾക്കുന്നുണ്ട്. അപ്പം ആ ഒരു ലെവലിലേക്ക് എത്തണം. അതായത് നാടിനെ ഇങ്ങോട്ട് ഭയങ്കരമായിട്ട് മിസ് ചെയ്തിട്ട് നമ്മൾ എവിടെയെങ്കിലും ഇവിടെ ചിലപ്പോൾ മലയാളികൾ ധാരാളം ഉള്ളതുകൊണ്ട് നമുക്ക് അതിനൊരു വില കാണാത്തായിരിക്കണം. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ എപ്പോഴും അനുഭവിച്ചെന്നറിയാം. ഞാൻ നടക്കാൻ പോവാം വൈകുന്നേരം. അപ്പം ഞാൻ എല്ലാ ദിവസവും കാണുന്ന ഒരു പ്രായമായ ഒരു ഭാര്യയും ഭർത്താവും. അവര് സാരി ഉടുത്തിരിക്കുന്നു ഭാര്യ, ഭർത്താവാണെങ്കിലും പാൻസ് ആണ് ഇട്ടിരിക്കുന്നതെങ്കിലും ആ പാൻസിൽ അത്ര കംഫർട്ടബിൾ അല്ല. അപ്പം കണ്ടാൽ തന്നെ എനിക്കറിയാം അവർ ഇന്ത്യയിൽ നിന്ന് വന്നതാണ്, ഇവരുടെ മക്കൾ ഇവിടെയുണ്ട്. അപ്പം മക്കൾക്കൊപ്പം കുറച്ച് ദിവസം നിൽക്കാനോ ഒക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇവർ നടക്കുമ്പോൾ അപരിചിതമായ ഒരു വഴിയിലൂടെ നടക്കുന്നതിന്റെ എല്ലാ സൂചനകളും അവരുടെ നോട്ടത്തിൽ വഴി തെറ്റരുത് എന്നുള്ളൊരു ശ്രദ്ധ ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ എല്ലാ ദിവസവും അവരെ കാണുന്നുണ്ട്, സംസാരിക്കുന്നില്ല. എന്നാൽ എനിക്ക് അവരുടെ അടുത്ത് സംസാരിക്കണമെന്നുണ്ട്. ഇവര് ഇന്ത്യയിൽ നിന്നായിരിക്കുമോ എവിടെ നിന്നായിരിക്കും എന്നൊക്കെ ഉള്ളൊരിതുണ്ട്. അപ്പൊ ഒരു ദിവസം ഞാൻ ഇങ്ങനെ വേഗത്തിൽ നടന്നു പോയപ്പോഴത്തേക്ക് ഇവർ മലയാളം സംസാരിക്കും. അപ്പോൾ നമുക്കൊരു പിടികൊള്ളിയായി. കാരണം നമുക്ക് മലയാളം മാത്രമേ അറിയത്തുള്ളൂ. നമുക്ക് വേറെ നമ്മള് ഒരുപാട് ഭാഷയുള്ള രാജ്യത്തു നിന്നാണ് നമ്മൾ വരുന്നതെങ്കിലും നമുക്ക് വേറെ ഭാഷയൊന്നും അറിയാത്തതിന്റെ പ്രശ്നം കൂടെ ഉണ്ട്. നമുക്ക് എത്ര വലിയ ആത്മവിശ്വാസം ഉണ്ടെങ്കിലും ഭാഷ മലയാളം മാത്രമേ അറിയത്തുള്ളൂ എന്നുള്ളത് കൊണ്ട് ഞാനപ്പം ഒരു ദിവസം അവരുടെ അടുത്ത് സംസാരിക്കണം എന്ന് തന്നെ വിചാരിച്ച് ഞാൻ സംസാരിച്ചു. എൻ്റെ വായിൽ നിന്ന് മലയാളം കേട്ടു തുടങ്ങിയപ്പോൾ അവരുടെ കണ്ണുകളിൽ ഉണ്ടായ ഒരു പരമാനന്ദം എന്ന് പറഞ്ഞൊരു അവസ്ഥയുണ്ടല്ലോ. അതായത് ഒരു നാട് മുഴുവൻ ഒരുമിച്ച് തിരിച്ച് കിട്ടിയ അവരുടെ നാട് മുഴുവൻ അവരുടെ കൺമുന്നിൽ, കാലിഫോർണിയയിൽ അവരുടെ കൺമുന്നിൽ ആ പാർക്കിൽ വന്ന ഒരു സന്തോഷമാണ് ആ കണ്ണുകളിൽ ഞാൻ കണ്ടത്. ഏതാണ്ട് 45 മിനിറ്റ് അന്ന് ഞങ്ങൾ രണ്ടുപേരും നടന്നില്ല, ഞാനും നടന്നില്ല അവരും നടന്നില്ല. ഞങ്ങൾ ആ ബെഞ്ചിലിരുന്നു പച്ച മലയാളം സംസാരിച്ച്. എന്നിട്ട് പോകാൻ നേരം അവർ പറഞ്ഞു, എൻ്റെ മോനെ ഇത്രയും മലയാളം ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ 1 മാസമായി. ഈ 1 മാസത്തിനിടയിൽ ഇത്രയും മലയാളം ഞങ്ങൾ ഒരുമിച്ച് സംസാരിച്ചിട്ടില്ല. 1 മാസം കൊണ്ട്. അതാണ് ഈ അതുപോലെ ചില സമയങ്ങളിൽ ഞാൻ ഈ ഭാഷയുടെ കാര്യം പറയുമ്പോഴാണ്, ചില സമയത്തില്ലേ നമ്മൾ ഭയങ്കര കട്ടയ്ക്ക് ഇംഗ്ലീഷ് പറഞ്ഞിരിക്കുക. നമ്മുടെ കൂടെ ഉള്ളത് മലയാളത്തിൽ ഒരു വാക്ക് പോലും മനസ്സിലാകാത്ത മനുഷ്യരായിരിക്കും. എങ്കിലും നമ്മുടെ ചില ബേസിക് സാധനങ്ങൾ മലയാളത്തിലേ വരത്തുള്ളൂ. ചില സമയത്ത് നമ്മൾ അറിയത്തില്ല. ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മൾ വെള്ളം എടുക്കാൻ ചെല്ലുക, ടാപ്പിൽ വെള്ളമില്ല, നമ്മുടെ വായിന്ന് ആദ്യം മലയാളം വരത്തുള്ളൂ, പച്ച മലയാളം വരത്തുള്ളൂ അല്ലേ? അത് ആ സമയത്ത് നമ്മുടെ ഭാഷ എന്ന് പറയുന്നത് നമ്മുടെ തനതായ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ജനിതകത്തിൽ ചേർന്ന് കിടക്കുന്ന ആ ഭാഷയിലെ നമ്മുടെ റെസ്പോൺസ് പുറത്തേക്ക് വരത്തുള്ളൂ. പിന്നീടാണ് നമ്മൾ മനസ്സിലാകുക ഇത് അത് പറയേണ്ട ഒരിടത്തല്ല നമ്മൾ നിൽക്കുന്നത്, നമ്മളിപ്പോ വേറൊരു മനുഷ്യനാണ് എന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെ ഒരുപാട് സന്ദർഭങ്ങൾ, പ്രത്യേകിച്ച് വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോഴൊക്കെയാണ്. കാരണം അതൊക്കെ റിഫ്ലെക്സ് ആയിട്ട് വരുന്ന ചില റിയാക്ഷൻസ് ഉണ്ട് വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോൾ. ഉദാഹരണം, നമുക്ക് വഴി തെറ്റി, അല്ലെങ്കിൽ നമുക്ക് സിഗ്നൽ നമുക്ക് ജസ്റ്റ് മിസ്സായി, അല്ലെങ്കിൽ സമയം പോകുന്നു, ആരെങ്കിലും എന്താ പറയുക പെട്ടെന്ന്, അതായത് നമ്മൾ ഈ മസിൽ മെമ്മറിയിൽ നിന്ന് വരുന്ന സാധനങ്ങളില്ലേ, അത് മലയാളത്തിലേ വരത്തുള്ളൂ. ഇതിൽ ഒന്ന് രസകരമായിട്ടുള്ള സംഭവം, ഞാൻ സിസ്കോയിൽ ഞങ്ങൾ കൺസൾട്ടിങ്ങിന് ചേർന്ന സമയത്ത്, സിസ്കോയിൽ കൺസൾട്ടിങ് ചെയ്യുന്നത് അവിടെ ഒരു മലയാളി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ മലയാളിയാണെന്ന് മനസ്സിലാക്കി, അപ്പം സംസാരിച്ചു. അപ്പോൾ അതിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് വേറെ എനിക്ക് പരിചയമുള്ള ഒരു മലയാളി, അയാൾ സിസ്കോയിലാണെന്ന് അറിയില്ല, എൻ്റെ ആ ഫ്ലോറിൽ തന്നെ കുറച്ച് അപ്പുറത്തുണ്ട്. അപ്പോൾ ഞാൻ പോയിട്ട് നാരായണനാണ് പറയുന്നത്. ഞാൻ നാരായണനോട് പറഞ്ഞു, ഹലോ. അപ്പോൾ നാരായണൻ പരിചയപ്പെട്ടു. നാരായണൻ ആ അന്തം വിട്ടു. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ ഓഫീസിൽ ഞാൻ അങ്ങനെ വരുന്നു. അപ്പോൾ അയാളാരുടെ ഫോൺ വിളിച്ച്. അപ്പോൾ അയാൾ നേരെ എന്നോട്, അത് ഞാൻ ഫോണിലേക്ക്, അത് 1 മിനിറ്റ് ഇട്ടോ, അവിടെ ഒരാൾ വന്നിട്ട്, ഓ ഐ ആം റിയലി സോറി എന്ന് പറഞ്ഞ. കാരണം അപ്പോഴത്തേക്ക് കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോംഡ് ടു എ മലയാളി. ആൻഡ് പിന്നെ പരിസരത്തുള്ള സായിപ്പ്മാരെയും എല്ലാ ആൾക്കാരും മലയാളികളാക്കി മാറ്റം ചെയ്തു നമ്മൾ. അത് കണ്ടപ്പോൾ ഞാൻ എപ്പോഴും എനിക്ക് എത്രയോ വർഷങ്ങൾ ദാറ്റ് ഹാപ്പൻ പ്രോബ്ലി 14-16 years ബാക്ക്. പക്ഷെ ഇപ്പോൾ ആലോചിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു, നമ്മൾ ഫൈനലി നമ്മൾ ചുരുങ്ങി അല്ലെങ്കിൽ വലുതായി ഒക്കെ കൂടി വരുന്നത് ഒരു മലയാളിയിലേക്കാണ് എത്തിപ്പെടുന്നത്. മലയാളി എന്നല്ല, ഏതൊരു പ്രവാസിക്കും അവരവരുടെ ആ ഒരു ഇതിലേക്ക്. നമ്മുടെ ചില വേരുകൾ ഉറയ്ക്കുന്ന സമയത്ത് ഉറച്ചുപോയ ചില കാര്യങ്ങളുണ്ട്. അത് നമ്മളിൽ നിന്ന് പറിച്ചെടുക്കുമ്പോൾ വേദന നമുക്ക് അനുഭവപ്പെടണം. കാരണം ആ വേരുകൾ ഇങ്ങനെ എവിടെയോ ഇങ്ങനെ ആഴ്ന്ന് കിടപ്പുണ്ട്. അപ്പം അതിൽ തട്ടുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ മണം, ഇപ്പൊ തന്നെ ആടുജീവിതത്തിൽ തന്നെ ആ മണമുണ്ട്. ആ അച്ചാറിന്റെ കുപ്പി മണത്തുകൊണ്ടാണ് ആ മരുഭൂമിക്കാലം മുഴുവൻ നജീബ് അവിടെ താമസിക്കുന്നത്. ആ മണത്തിൽ നിന്ന് അയാൾ ആ കരുവാറ്റ ഗ്രാമത്തെ മുഴുവൻ, അതായത് അടുക്കള കാണിക്കുന്നുണ്ട്, അവിടുത്തെ കുക്കിങ് കാണിക്കുന്നുണ്ട് അല്ലേ? ആ ഒരൊറ്റ മണത്തിൽ നിന്ന് ആ നാടിനെ മുഴുവൻ അദ്ദേഹം മണത്ത്
എന്താ പറയുക തിരിച്ചു പിടിക്കാൻ അല്ലെ. അപ്പൊ ഈ അച്ചാർ എന്ന് പറയുന്നത് പോലും വളരെ നമ്മുടെ പ്രവാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഈ അച്ചാർ എന്ന് പറയുന്നത്. അപ്പം നമ്മൾക്ക് നമ്മൾ നാട്ടിൽ പോയി വിചാരിക്കാം. നമ്മൾ നാട്ടിൽ പോകുമ്പോൾ നമ്മുടെ വീട്ടുകാർ നമുക്ക് എന്ത് ഇവർ കൊടുത്തു വിടണം എന്ന് ആലോചിക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്ന അച്ചാർ. അതായത് അവര് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്തായിരിക്കും ആലോചിക്കുമ്പോൾ അവർ ആദ്യം ആലോചിക്കുന്ന ചില രുചികൾ, ചില മണങ്ങൾ അല്ലെ. അത് നമുക്ക് കെട്ടിപ്പൊതിഞ്ഞ് തന്നയക്കാൻ പറ്റുമോ? അത് എത്രത്തോളം തന്നയക്കാൻ പറ്റും? ഞാൻ കാലിഫോർണിയയിലേക്ക് ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ വന്ന് ഇറങ്ങുന്ന സമയത്ത് എന്റെ ടെൻഷനേക്കാൾ കൂടുതൽ എന്റെ വീട്ടുകാരുടെ ടെൻഷൻ ഇവന് കൊടുത്തയച്ച അച്ചപ്പം, ഇവന് കൊടുത്തയച്ച അരിമുറുക്ക്, ഇവന് കൊടുത്തയച്ച അമലേസുണ്ട. പ്രാസം ഞാൻ ഒപ്പിച്ചതല്ല, അത് അങ്ങനെ സീക്വൻസ് അങ്ങനെയാണ്. അതുപോലെ ഈ അച്ചാർ, ചമ്മന്തിപ്പൊടി, ഇതെല്ലാം ഇവിടെ നമ്മള് കസ്റ്റംസ് നമുക്കറിയില്ല, ഇവിടുത്തെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. നമ്മൾ ആദ്യമായിട്ട് വന്നിറങ്ങുന്നത് എല്ലാം നമുക്ക് പുതിയതാണ്. അപ്പൊ നമുക്കൊരു ഫോം തന്നിട്ടുണ്ട്. ആ ഫോമിനകത്ത് നമ്മളെല്ലാം എഴുതുന്നുണ്ട് എന്തൊക്കെയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. റോ ആയിട്ടാണോ, കുക്ക്ഡ് ആണോ, ഫ്രൈഡ് ആണോ, എല്ലാം നമ്മൾ എഴുതുന്നുണ്ട്. ഇതിനൊക്കെ എന്താ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് യാതൊരു ഐഡിയ ഇല്ല. നമുക്കത് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് തന്ന് അയച്ച അത് മാത്രമല്ല, എന്റെ കൂടെ കുറച്ച് സ്നേഹം കൂടെ കെട്ടിപ്പൊതിഞ്ഞിട്ടാണ് തന്ന് അയച്ചിരിക്കുന്നത്. അത് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ഹോം സിക്നെസ്, നമ്മുടെ മിസ്സിങ്, നമ്മുടെ നൊസ്റ്റാൾജിയ എല്ലാത്തിനും കൂടെ കുറച്ച് കാലം നമ്മുടെ കൂടെ നിർത്താനായിട്ടുള്ള ആകെ നമ്മുടെ കയ്യിലുള്ള ഒരേ ഒരു ഉപായമാണ്. അപ്പൊ അത് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഡസ്റ്റ്ബിന്നിൽ കൊണ്ട് കളയുമ്പോൾ ഡസ്റ്റ്ബിന്നിൽ വീഴുന്ന അച്ചാറോ ചമ്മന്തിപ്പൊടിയോ മാത്രമല്ല, നമ്മുടെ ഒരു ചങ്ക് പറിച്ചെടുത്തിട്ടാണ് അതിന്റെ കൂട്ടത്തിലൂടെ വീഴുന്നത്. അപ്പം ഇങ്ങനെ ഓരോ ചോദിക്കുമ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ എന്തുമാത്രം പേടിച്ചിട്ടാണ് മറുപടി പറഞ്ഞതാണ്. അവസാനം പൊയ്ക്കോളൂ എന്ന് പറയുമ്പോൾ ഒരു ലോകം മുഴുവൻ കൂടെ കൊണ്ടുപോയിക്കോ എന്ന് ഞാൻ ഇങ്ങനെ എടുക്കുക എന്ന് പറയത്തില്ലേ, ഞാൻ ഇങ്ങനെ എടുക്കുക എന്ന് പറയുമ്പോൾ ആ ഒരു ഫീലോട് കൂടിയാണ് അത് കൊണ്ടുവന്നത്. അതിന്റെ അത് പൊളിച്ച് ഓരോത്തിലേക്ക് വെക്കുന്നത്. അവസാനമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യമൊക്കെ 1 സ്പൂണും 1.5 സ്പൂണും 2 സ്പൂണും ഒക്കെ എടുക്കുമ്പോൾ ഓരോ ദിവസം കഴിയുമ്പോൾ ആ സ്പൂണിന്റെ അളവ് ചെറുതായി വരും. അവസാനം ഒന്ന് തൊട്ടാൽ മതി, അവസാനം ഒന്ന് നക്കിയാൽ മതി, അവസാനം ഒന്ന് മണത്താൽ മതി. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളൊരു ചെറിയൊരു കണികയിൽ നിന്ന് പോലും നമ്മൾ ഇതിനെ എനിക്ക് ഈ ആടുജീവിതത്തിന്റെ ഈ അച്ചാറിന്റെ കുപ്പി ഉണ്ടപ്പോഴേ എത്ര മനുഷ്യർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കുപ്പിയാണ് ഈ അച്ചാറിന്റെ കുപ്പി എന്ന് പറയുന്നത്. കാരണം അച്ചാർ ഇല്ലാതെ ഒരു മലയാളി അവിടുന്ന് ഒരു ബാഗ് പാക്ക് ചെയ്യില്ല. അത് ഏത് നാട്ടിലേക്കുള്ള പ്രവാസിയാണ്. പക്ഷെ അത് പക്ഷെ ഇപ്പോഴും ആൾക്കാർ കൊണ്ടുവരുന്നുണ്ടായിരിക്കാൻ മതി. പക്ഷെ നമുക്ക് പലതും ഇന്നൊക്കെ നേരത്തെ പറഞ്ഞ പ്രിവിലേജിന്റെ സാധനം പുറത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് പല സമയത്തും ഇതുണ്ട്. ഇപ്പൊ അമേരിക്കയിൽ ചില ഭാഗത്ത്, ഇപ്പൊ എനിക്ക് പരിചയമുള്ള ഒരു സുഹൃത്തുണ്ട്, ടെക്സസിൽ ഒരു സ്ഥലത്താണ് താമസിക്കുന്നത്. അത് ഡാലസും ഹ്യൂസ്റ്റണും അല്ല. ആ പ്രദേശത്ത് നിന്ന് ഒരു 200 മൈലും 250 മൈൽ പോകണം ഒരു ഇന്ത്യൻ കടയിലെത്താൻ. അപ്പൊ 2-3 ഫ്രിഡ്ജ് ഉണ്ട്, കിലോമീറ്റേഴ്സ്. അവിടെ പോയാണ് ഈ സാധനങ്ങൾ കംപ്ലീറ്റ് മേടിച്ച് ഇയാൾ വന്ന് സ്റ്റോക്ക് ചെയ്യുക ഓരോ സാധനം. കാരണം ആ പ്രദേശത്ത് ആകെ 1000 കുടുംബങ്ങളൊക്കെ ഉള്ളൂ, ചെറിയൊരു സ്ഥലമാണ്. അപ്പം അവിടെ വേറെ ഒന്നുമില്ല. പക്ഷേ ഇപ്പം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ ഭക്ഷണത്തിൻ്റെ കാര്യം. ഇപ്പം എൻ്റെ ജീവിതത്തിൽ 3 പ്രവാസ ജീവിതങ്ങളുണ്ടായിട്ട്. അതായത് ഒന്ന്, ഞാൻ വലുതായി കഴിഞ്ഞാൽ ജോലിക്ക് വേണ്ടിയിട്ട് 99 ഇറങ്ങി പോന്നിട്ട് പല സ്ഥലത്തായിട്ട് ജീവിച്ചത്. പക്ഷെ അതിന് മുമ്പ് ദുബായിൽ ജീവിച്ചൊരു കാലഘട്ടമുണ്ട്, ചെറുതാകുമ്പോൾ ഇറാനിൽ ജീവിച്ചൊരു കാലഘട്ടമുണ്ട്. പക്ഷെ അത് ഓരോന്നും എനിക്ക് അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. ഇറാനിലാവുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ദോശ കിട്ടില്ല. അച്ഛന് ദോശ ഇഷ്ടം, പക്ഷെ ദോശ എല്ലാം ഉഴുന്നില്ല, ഉഴുന്ന് അവിടെ കിട്ടില്ല, അതുകൊണ്ട് ദോശ ഉണ്ടാക്കാൻ പറ്റില്ല. എന്നിട്ട് അവിടെ ഉള്ള അന്നും കപ്പലിൽ കേരളത്തിൽ വന്ന് കച്ചവടം ചെയ്യുന്ന ആൾക്കാരുണ്ട് അവിടെ. അച്ഛൻ്റെ പേഷ്യൻസ് ഒക്കെ ആയിരുന്ന അച്ഛൻ ഡോക്ടറായിരുന്നു. അപ്പം ആ സമയത്ത് ഇബ്രാഹിം വരുമ്പം ഉഴുന്നുകൊണ്ട് വരും. എന്നിട്ട് അമ്മ ദോശ ഉണ്ടാക്കും, ബിർക്കും ദോശ ഉണ്ടാക്കും, സാമ്പാർ. അപ്പം അന്നാണ് ഞങ്ങൾക്ക് ആകെ കൊല്ലത്തിൽ വർഷത്തിൽ 1-2 പ്രാവശ്യം ദോശ കഴിക്കാൻ പറ്റുന്ന സമയം. ഇതേസമയം നാട്ടിലെ അവസ്ഥ അതിന്റെ കൂടെ ഇപ്പൊ സന്ദർഭവശാത്ത് പറഞ്ഞല്ലെങ്കിൽ വിസാവെന്ന് വെച്ചിട്ട് എല്ലാ ദിവസവും ദോശയായതിന് അമ്മമാരോടും അച്ഛന്മാരോടും രാവിലെ ഈ വീട്ടിൽ ദോശ ഇഡ്ഡലി മാത്രമേ ഉള്ളൂ എന്ന് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കുട്ടികളായിരുന്നു നമ്മൾ ഒരു കാലത്ത്. ഇവിടെ വന്നിട്ട് ഒരു ദിവസമെങ്കിലും ആ ദോശ ഇഡ്ഡലി ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് കൊതിക്കാൻ തുടങ്ങും. സാമ്പാറൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണുന്നതേ വെറുപ്പായിരുന്നു. ഇപ്പൊ ആ സാമ്പാറിന്റെ മണം അല്ലെങ്കിൽ ആ സാമ്പാറിന്റെ കഷ്ണങ്ങൾ, ആ കഷ്ണങ്ങളിലും പുളിയിലും ആ ഒരു ഉപ്പിലും ആ ഒരു എരിവിലും മുങ്ങിക്കിടക്കുന്ന ആ കഷ്ണങ്ങളൊക്കെ കിട്ടാൻ കൊതിക്കുന്ന അന്നൊക്കെ നമ്മള് ഈ വെറുത്ത് കുട്ടിശങ്കരനെ ഇഷ്ടപ്പെടുക എന്ന് പറയുന്നില്ലേ, അത് സംഭവിക്കാണ് പ്രവാസികൾ അങ്ങനെ വെറുത്ത് നമ്മൾ ഇഷ്ടപ്പെട്ടു പോയ സാധനങ്ങളാണ് ഈ ദോശ, ഇഡ്ഡലി, സാമ്പാർ. അതെന്നൊക്കെ ഞാൻ പാടി ജീവിതം കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ നേരെ ചെയ്ത് ശരവണവനിൽ പോയിട്ട് ദോശയും സാമ്പാറും കഴിച്ചു. നമുക്ക് വീട്ടിൽ ദോശ സാമ്പാറും ഇല്ല എന്നുള്ളതല്ല, കാരണം
അത് കഴിഞ്ഞ ദിവസം ഇടയ്ക്കൊക്കെ ഉണ്ടാവും. ഇതിപ്പോ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ആലോചിക്കും, ഡയറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഇത് കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഇതാക്കിയിട്ട് ഒരു ദിവസം ഞാൻ പറഞ്ഞു ഇനിയേ മേലാൽ വീട്ടിൽ പോയിട്ട് കുറച്ച് ചോറ് വെച്ചു, പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് ഒരു രസം ഉണ്ടാക്കി, കുറച്ച് വേപ്പിലക്കട്ടി ഉണ്ടായിരുന്നു, കഴിഞ്ഞ നാട്ടിലൊക്കെ കൊണ്ടുവന്നത് വേപ്പിലക്കട്ടി എടുത്തു, കുറേ കഴിച്ചു. അത് കഴിച്ചു കഴിഞ്ഞിട്ടാണ് അപ്പോഴാണ് എനിക്ക് ആകെപ്പാടൊരു ഇന്നോടന്നെ ഒരു മതിപ്പ് തോന്നി. അതായത് അതുവരെ ടച്ച് ചെയ്യാത്ത ഏതൊക്കെയോ ഏരിയകളെ ഇവൻ ടച്ച് ചെയ്യുന്നു അല്ലേ? അതായത് നമ്മുടെ ശരീരത്തിന്റെ അതുവരെ ആഹാരത്തിന് എത്തിച്ചേരാൻ പറ്റാതെ കിടന്ന ഏതൊക്കെയോ കോശങ്ങളിലേക്ക് അല്ലേ ആ രുചി അല്ലെങ്കിൽ ആ ആഹാരം ചെല്ലുകയും അവിടെ ഒരു സംതൃപ്തി എന്തോ ഒന്ന് നിറയുന്നുണ്ട്. എനിക്ക് ഈ ബ്ലോഗ് കാണുമ്പോൾ തന്നെ ഫീൽ ചെയ്യണം. എനിക്ക് ഫീൽ ചെയ്യാറ്. ഞാൻ പിന്നെ ബ്ലോഗ് ചെയ്യാറ് മാത്രമേ ഉള്ളൂ, കാണാറില്ല എന്നുള്ളത് കൊണ്ട്. അതായത് എനിക്ക് എഴുതാൻ മാത്രമല്ല വായിക്കാറില്ല. പക്ഷെ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പിന്നെ നമ്മൾ ചില സാധനങ്ങളൊക്കെ ഞാൻ ആലോചിക്കുമ്പോൾ നമ്മൾ വിഷയതാണെന്ന് പറഞ്ഞിട്ട്, പക്ഷെ എന്നാലും ഞാനിങ്ങനെ ഈ എൻ്റെ സുഹൃത്തിനെ കൂട്ടി ഇവിടെ വന്ന കാലത്ത് കോസ്കോയിൽ തന്നെ പോകാൻ, കോസ്കോയിൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്നിട്ട് വില ഇങ്ങനെ നോക്കും. $4 ടച്ചാൻ എന്ത് പൈസ $10 $10 $50 ഒന്നിങ്ങനെ കാൽക്കുലേറ്റ്. അപ്പോൾ കൂടുതൽ ആളും ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ച് നേരം എന്നോട് പറഞ്ഞു, ഉറക്ക പറയരുത്, വല്ല മലയാളി കേട്ട് കഴിഞ്ഞാൽ തെണ്ടികളാണെന്ന് തോന്നുന്നു. അപ്പോൾ പെട്ടെന്നൊരു സ്ത്രീയെ തിരിഞ്ഞു നോക്കുകയാണ്. അവരിങ്ങനെ ആദ്യമായിട്ടാണ് ക്ലോസ്കോയിൽ വന്നിട്ട് എല്ലാവരും സാഹിബന്മാരും ഭയങ്കര ഡീസൻ്റ് നിൽക്കുമ്പോൾ തെണ്ടി എന്നുള്ളൊരു വാക്ക് കേൾക്കുന്നത്. ഇവരാകെ അന്തം വിട്ട് എന്താണത്. അപ്പം ഞാൻ പറഞ്ഞു, ഇനി നമുക്ക് മെല്ലെ പറയാം, മലയാളികളുണ്ട്, മലയാളീസ് അർദ്ധയാണ്. അപ്പം അപ്പം ഞാൻ എന്തുകൊണ്ടാണ് അത് രണ്ട് മുഖമുണ്ടോ നമുക്ക്? അല്ല, നമ്മളുടെ മലയാളി എന്നുള്ള ആ ഒരു സംഭവം ഒളിപ്പിച്ച് വെക്കേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നുന്നുണ്ടോ ആൾക്കാർക്ക്? എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് ആദ്യമായിട്ട് നമ്മളെ തന്നെ കാണിച്ചു തന്നത് ഒരുപക്ഷെ നമ്മളെ മാത്രമല്ല നമ്മുടെ നാട്ടിലുള്ള മനുഷ്യരെയും നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ജീവിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ കോസ്കോയിൽ പോകുന്നത്, നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നത്, ഒരു മലയാളി എന്ന നിലയിൽ നമ്മൾ കടന്നു പോകുന്ന നമ്മുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഒരു മലയാളിക്ക് എത്തിപ്പെടാൻ സാധ്യതയുള്ള കുരുക്കുകൾ എന്തൊക്കെയാണ്, ഗുലുമാലുകൾ എന്തൊക്കെയാണ്, അക്കരെ കാഴ്ചകൾ ഓർമ്മയുണ്ടോ? ഈ അക്കരെ കാഴ്ചകൾ ഒരുപക്ഷെ നമ്മളിവിടെ വരുന്നതിന് മുമ്പേ ഈ അക്കരെ കാഴ്ചകൾ കണ്ടിട്ടുണ്ട് അല്ലേ? ഈ കോസ്കോയിൽ പോയ കാര്യം പറഞ്ഞപ്പോ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പിന്നീട് ഇതിലൂടെ എല്ലാം കടന്നുപോയി. കോസ്കോയിൽ പോകുമ്പോൾ സംഭവിക്കുന്നത്, ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുമ്പോൾ സംഭവിക്കുന്നത്, സംഭവിക്കുന്നത് ഒരു ടെക്നീഷ്യൻ വീട്ടിൽ വരുമ്പോൾ, പിന്നെ എന്തെങ്കിലും റിപ്പയറിംഗിന് വരുമ്പോൾ സംഭവിക്കുന്നത്, കുക്കിങ്ങിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത്, ഇതെല്ലാം നമ്മളെ ആദ്യമായിട്ട് കാണിച്ചു തന്നത് അക്കരെ കാഴ്ചകളാണ്. ഇപ്പോഴും നമ്മൾ ശരിക്കും പറഞ്ഞാൽ എടുത്ത് കാണുന്ന, നമ്മൾ കടന്നുപോയതാണെങ്കിൽ പോലും നമ്മളെ രസിപ്പിക്കുന്ന, ഈ നാട്ടിലൊന്നും വന്നിട്ടില്ലാത്ത, ഇത്തരം ജീവിതങ്ങളിലൂടെ കടന്നു പോയിട്ടില്ലാത്ത മനുഷ്യർക്ക് പോലും ഇപ്പോഴും ഇതിന്റെ എപ്പിസോഡുകൾ നിരന്തരം ഇരുന്ന് കാണുന്ന മനുഷ്യരുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ആരെടുത്തെങ്കിലും ചോദിച്ചാൽ തന്നെ നിങ്ങളിപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റെഫർ ചെയ്യുന്നത് നിങ്ങൾ അക്കരെ കാഴ്ചകൾ കണ്ടാൽ മതി എന്ന് പറയാറുണ്ട്. അപ്പൊ അക്കരെ കാഴ്ചകൾ കണ്ടിട്ടാണ് നമ്മുടെ വീട്ടുകാർ പോലും നമ്മുടെ ജീവിതം എങ്ങനെയാണെന്ന് ഒരു പരിധി വരെ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് തന്നെ ആൾക്കാർ നമ്മളെ ജീവിതം വളരെ ക്ലീഷേഡ് ആക്കുന്നുണ്ട് അല്ലേ? ഇപ്പം നമ്മളുടെ ഒരു സാധാരണ ജീവിതം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ഇപ്പം ഓഫീസിൽ പോകുമ്പോൾ വരുന്നില്ല, ഇപ്പം എനിക്ക് ഒരു മലയാളി ഉണ്ട്, അപ്പം ഞാൻ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതല്ല, പക്ഷെ ആ കക്ഷി എൻ്റെ വീട്ടിൻ്റെ ആ പ്രദേശത്ത് തന്നെയാണ്. അപ്പോൾ അതിലൂടെ പോകുന്ന എന്തൊക്കെ ഉണ്ട് നിൽക്കും കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ പോകുന്നു. അപ്പം എന്താ കഴിഞ്ഞ ദിവസം ഞാൻ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇത് നമ്മൾ മലയാളികൾ മാത്രമേ ഉണ്ടോ ഇങ്ങനെ പോകുന്ന ആൾക്കാർ? കാരണം വെച്ചാൽ മലയാളികൾ അങ്ങോട്ട് കൂടി ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഇങ്ങനെ പോകുന്നു എന്നുള്ളതാണ്, അല്ലാണ്ട് വേറൊന്നും ഇല്ല. ഇവരുടെ ചെയ്ത ബാക്കി ഞാൻ ഇരിക്കുന്നതിൻ്റെ കുറച്ചപ്പുറത്തൊരു പെൺകുട്ടിയുണ്ട്, മലയാളിയാണ്. ആ കുട്ടിയുടെ അടുത്തേക്ക് വേറൊരു മലയാളി കുട്ടി വന്ന് സംസാരിക്കും. ഞാൻ മലയാളിയാണെന്നുള്ളത് പറഞ്ഞില്ല. അപ്പോൾ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ അവർ മലയാളത്തിൽ പലതും സംസാരിക്കുന്നത് ഞാനിവിടെ ഇരുന്നിട്ട് ഇംഗ്ലീഷിൽ കേട്ട് മനസ്സിലാക്കും. അപ്പോൾ അപ്പോഴെനിക്ക് തോന്നാറുണ്ട്, മേ ബി വി ആർ ഇൻ എ ഫോറിൻ ലാൻഡ്, റൈറ്റ്? നമ്മൾ ഇവിടെ ഇരിക്കുന്ന, എനിക്ക് തോന്നുന്നത് ഒരുവിധ എല്ലാ മലയാളികളും അല്ലെങ്കിൽ ഏത് രാജ്യത്ത് നിന്ന് ഇവിടെ വന്ന് താമസിക്കുന്ന ആൾക്കാരും നമ്മളുടെ ജനറേഷനിൽ ഇവിടെയുള്ള ആൾക്കാരല്ല. തിരിച്ചു പോവാൻ ഒരു നാട് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ നാടുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ്. നെക്സ്റ്റ് ജനറേഷൻ എത്ര തന്നെ മലയാളം പഠിപ്പിച്ചാലും അല്ല എത്ര തന്നെ എന്തൊക്കെ ചെയ്താലും അവർ നാട്ടിലേക്ക് തിരിച്ചു പോയിക്കൊള്ളണമെന്നില്ല.
ഇപ്പം എൻ്റെ മക്കളൊന്നും എന്തായാലും നാട്ടിലേക്ക് തിരിച്ചു പോകും. അത് എനിക്ക് തോന്നി ഇത് ഓരോ നാടനുസരിച്ചിട്ടും വ്യത്യാസം ഉണ്ടായിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ കണ്ടിട്ടുള്ള മലയാളികളിൽ അധികവും തിരിച്ചു പോകുന്നതിനെ കുറിച്ച് അങ്ങനൊരു സാധ്യത തന്നെ മനസ്സിൽ നിന്ന് ഏറെക്കുറെ എടുത്ത് കളഞ്ഞതിന് ശേഷം ജീവിക്കുന്ന മനുഷ്യരാണ് ഞാൻ കാണുന്ന ബഹുഭൂരിപക്ഷ ആളുകൾ. ലോകത്തിന്റെ ഒരുപക്ഷെ എല്ലാ ഭാഗത്തും അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. ചിലർ ജോലിക്കായിട്ട് മാത്രം പോകുന്നു, ജോലി ചെയ്യുന്നു, പ്രാരാബ്ദങ്ങൾ പരിഹരിക്കുന്നു, എന്നിട്ട് പിന്നീട് ഒരു സ്വസ്ഥമായിട്ടുള്ള ജീവിതത്തിലുള്ള ഒരു സാധ്യത തുറക്കുമ്പോൾ നാട്ടിലേക്ക് തിരിച്ചു വരുന്നു. അപ്പോൾ അവരവിടെ ചവിട്ടി നിൽക്കുമ്പോൾ പോലും അവർക്ക് അറിയാം എൻ്റെ വേരുകൾ ഇവിടെ അല്ല മുളയ്ക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എൻ്റെ വേരുകൾ വേറെ എവിടെയോ മുളച്ചിട്ടുണ്ട്, അവിടേക്കാണ് ഞാൻ പോകേണ്ടതെന്നുള്ളൊരു ബോധം അവരുടെ ഓരോ പ്രവൃത്തികളിലുണ്ട്. പക്ഷെ ഇവിടെ ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തുകാരാകാൻ പോകുന്നൊരു തയ്യാറെടുപ്പ് പോലെ ജീവിതം രൂപപ്പെട്ടു വരുന്നത് കണ്ടിട്ടുണ്ട്. അതായത് കൂടുതൽ അവരുടെ നെയ്ബർ സർക്കിൾ ഇവിടുത്തുകാരായി മാറുന്നു, അല്ലെങ്കിൽ ഇവിടെ സ്ഥിരതാമസത്തിലേക്ക് വരുന്ന ആളുകളായിട്ട് മാറുന്നു. അവരുടെ ആക്ടിവിറ്റീസ് അതുമായിട്ട് പരുവപ്പെട്ടു പോകുന്നു. അപ്പം ഇവിടുത്തെ ഒരു ചെങ്ങലകളിലേക്ക്, അല്ലെങ്കിൽ ഇവിടുത്തെ ആ ഒരു കണ്ണിയിലേക്ക് ചേർക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പുകളാണ് അവരുടെ ജീവിതത്തിൽ. അതിപ്പം കുട്ടിയെ ഒരിടത്ത് ഒരു ക്ലാസ്സിന് ചേർക്കുന്നതാണെങ്കിലും, അല്ലെങ്കിൽ ഒരു ഫാമിലി ഗെറ്റ് ടുഗദറിന് പോകുന്നതാണെങ്കിലും ഒക്കെ തന്നെ ഇവിടുത്തെ വേരുകളിലേക്ക് അവരെ തന്നെ ഇങ്ങനെ പെട്ടെന്ന് കണക്ട് ചെയ്ത് നിർത്താൻ ശ്രമിക്കുന്നു എനിക്ക് തോന്നുന്നത്. എന്നാലും നാട്ടിൽ പോകുന്നതും നാടുണ്ടെന്നുള്ളതും എല്ലാം സന്തോഷമാണ്. അതെല്ലാം എന്താ പറയുക, പോകുന്ന സമയത്ത് നമ്മളത് പരമാവധി എൻജോയ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് നമ്മൾ അതിന്റെ എല്ലാ സന്തോഷങ്ങളും അനുഭവിക്കുക. എന്നാൽ അത് സ്ഥിരമായിട്ട് വേണ്ട അല്ലെങ്കിൽ സ്ഥിരമായിട്ട് അതിൽ തന്നെ തുടരുക എന്നുള്ളതല്ല, അവിടെ പോയി അത് തുടരുക എന്നുള്ളതല്ല. നമ്മൾ അവിടെ നമുക്ക് അതിനുവേണ്ടി ഒരു സമയമുണ്ട്. ആ സമയത്ത് മാത്രം അത് അനുഭവിച്ച് തിരിച്ചു വരിക, അതിനെല്ലാ പൂർണ്ണതയും അനുഭവിച്ച് തിരിച്ചു വരിക. ഒരുപക്ഷെ നമ്മൾ നാട്ടിൽ ഉണ്ടായിരുന്നപ്പം ഒരിക്കൽ പോലും കേട്ടിട്ടില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ പോയി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരിക്കലും പോകാൻ ഇടയില്ലാത്ത കടകളിൽ പോയി ഇതെല്ലാം നമ്മൾ അറിഞ്ഞും അനുഭവിച്ചും തിരിച്ചു വരും. പക്ഷെ നമ്മുടെ സ്ഥായിയായിട്ടുള്ള, നമ്മുടെ സ്ഥിരമായിട്ടുള്ള ഒരു ലോകം നമ്മൾ ഇവിടെ അതിനോടൊപ്പം എന്താ പറയുക വളരെ അടിത്തറയോടുകൂടി നമ്മൾ കെട്ടിപ്പൊക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു ട്രാൻസിഷൻ മനുഷ്യന്റെ ആറ്റിറ്റ്യൂഡിൽ ഭയങ്കരമായിട്ട് കൂടി വരുന്നത്. പ്രത്യേകിച്ച് അമേരിക്കയിൽ, UK, യൂറോപ്പ്, ഓസ്ട്രേലിയ, അവിടെ കാനഡ സ്ഥിരതാമസമാക്കാൻ പറ്റും. ഗൾഫ് അങ്ങനെയല്ല. ഇപ്പൊ ഞാൻ പറയാന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഒരു 3 വർഷം അവിടെയായിരുന്നു. ജോലി എടുക്കുന്ന സമയത്തും ഒരു 2 വർഷം 3 വർഷമായിട്ട് ഞാൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ തിരിച്ചു പോവുക എന്നുള്ളത് പിന്നെ ആകെ 3 മണിക്കൂറിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ, 3-5 മണിക്കൂർ എത്രയേ ഉള്ളൂ തിരിച്ചു വരാൻ. അപ്പൊ എപ്പോഴും ഒരു കാര്യം നാട്ടിലാണ്, ദ വെരി കണക്റ്റഡ് വിത്ത് എവറിത്തിങ് ദാറ്റ് ഇസ് ഹാപ്പനിങ്. വോട്ട് ചെയ്യാൻ പോയി വോട്ട് ചെയ്ത് പുറപ്പെട്ട് വരുന്നുണ്ടെങ്കിൽ ശരിക്കും അവിടെ പുറപ്പെടുന്നില്ല. അവിടെ തന്നെ നമ്മുടെ എന്തൊക്കെയോ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോഴും നമ്മളിപ്പോ മിഡിൽ ഈസ്റ്റിൽ ഒരാളുടെ കാര്യം ആലോചിക്കുകയാണെങ്കിൽ അല്ലേ, പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു, ഞാനൊക്കെ എൻ്റെ അമ്മാവനൊക്കെ ഗൾഫിലൊക്കെ പോകുന്ന സമയത്ത് ഞാൻ വിചാരിക്കുന്നത് എത്രയോ ദൂരം, കാരണം അമ്മാവൻ 2 വർഷം കഴിഞ്ഞിട്ടാണ് വരിക അല്ലെ. ആ 2 വർഷം എന്ന് പറയുന്നത് അപ്പൊ എന്റെ മനസ്സിൽ 3 മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്ത് പറ്റാവുന്ന ഒരു സ്ഥലമാണെന്ന് പോലും എന്റെ മനസ്സിലില്ല. ഒരു 3000 വർഷങ്ങളൊക്കെ എടുക്കുന്നത് മുമ്പ്. കാരണം അമ്മാവൻ വരുമ്പോൾ കൊണ്ടുവരുന്ന പെട്ടികള് 2 വർഷം കാത്തിരിക്കണം അടുത്ത തവണ പെട്ടി വരാൻ, അത് പൊട്ടിക്കാൻ, അതിനകത്ത് നിന്ന് വരുന്ന സ്പ്രേയും സോപ്പും ഒക്കെ കിട്ടും. 2 വർഷത്തെ കാത്തിരിപ്പ് എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നീടാണ് അറിയുന്നത് 3 മണിക്കൂർ കൊണ്ട് പോയി വരാവുന്ന. അപ്പൊ ഇപ്പം അത് എന്താ പറയുക, ഈ ഒരു വളരെ ക്ലോസ് ആയ ഒരു സ്ഥലമായി മാറിയിട്ടുണ്ട്. രാവിലെ ബോംബെയിൽ പോയി മീറ്റിംഗിൽ പോയിട്ട് വൈകുന്നേരം ആകുമ്പോൾ വീട്ടിലേക്ക് എത്തുന്ന ധാരാളം ആൾക്കാരുണ്ട് ബാംഗ്ലൂരൊക്കെ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ബോംബെ പോവുക, ഡൽഹി പോകുക എന്ന് പറഞ്ഞാൽ ഒരാഴ്ചത്തെ പണിയാണ്. അങ്ങോട്ട് ഇത്ര ദിവസം, ഇങ്ങോട്ട് ഇത്ര ദിവസം എന്നുള്ളത്. പിന്നെ ഫ്ലൈറ്റിൻ്റെ ഒരു കാര്യം ആലോചിക്കുന്നില്ല. ഇപ്പം എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങൾ ഇറാനിലേക്ക് 70s എൻഡ് ഓഫ് 70s ഇറാനിലേക്ക് പോകുന്നത്. ഒരു മാസം ഡൽഹിയിൽ പോയിട്ട് 1 മാസം അവിടെ താമസിച്ചിട്ടാണ് ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് അമ്മയും ഞാനും അനിയത്തിയും കൂടിയിട്ട് ഞങ്ങളെ ഏത് വഴിയാണ്, ജോർഡാൻ വഴി, ഏതൊരു വഴിയാണ്, ജോർഡാൻ അങ്ങനെ അതിനകത്തൊരു ആടുജീവിതം വന്നു. ജോർഡാൻ വഴി ആടുജീവിതം വിട്ടിട്ട് നമുക്ക് മറ്റ് എന്താ പറയുക, നമ്മൾ പോലും അറിയാതെ ആടുജീവിതത്തിലേക്ക് കറങ്ങി തിരിഞ്ഞ് വരുന്നതാണ്. ഇറാനും ജോർഡാൻ വെച്ചിട്ടാണ് നടന്നത്. ആ വഴി എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ഏതൊരു സ്ഥലത്ത് വെച്ചിട്ടാണ് പോകുന്നത്, ഇറാനിൽ ഇറങ്ങുന്നത്. ടെഹ്റാനിൽ ഇറങ്ങി കഴിഞ്ഞിട്ട്, പക്ഷെ അവിടെ മാസത്തിലും 2 മാസത്തിലും 3 മാസം കൂടുമ്പോൾ ഒരു ഫ്ലൈറ്റേ ഉള്ളൂ നാട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, ഇന്ത്യയിലേക്കൊക്കെ എങ്ങനെയെങ്കിലും ഇപ്പോൾ വന്നിട്ട്. മാത്രമല്ല നമുക്ക് കേരളത്തിൽ നിന്ന് പോകാൻ പറ്റില്ല, ഡൽഹി പോയിട്ട് വേണം പോകാൻ. ഡൽഹിയിൽ നിന്നാണ് ഫ്ലൈറ്റ് എടുക്കാൻ പറ്റുന്നത്. പക്ഷേ അത് ദാറ്റ് വാസ് എ ഡിഫറെൻറ്റ് തിങ്. പക്ഷെ അന്ന് എനിക്ക് ഇപ്പോഴും പ്രവാസ ജീവിതത്തിൽ, ഞാൻ ഈ ആടുജീവിതം കാണുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഏറ്റവും ഓർമ്മ വന്നിരുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിൽ
കുറച്ച് മലയാളികൾ വരുന്നുണ്ട്. ഇന്നും എനിക്ക് ഫോട്ടോ ഉണ്ട്, 5-6 മലയാളികൾ അച്ഛനെ കാണാൻ വന്നിട്ട് അവർ ഞങ്ങൾ ബന്ദർലങ്കി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഞാനന്ന് 2ാം ക്ലാസ്സിലൊക്കെ 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ പഠിക്കാം. അപ്പോൾ ഇവർ വന്നു. എന്നിട്ട് ഇവരുടെ കഥ അവരന്ന് പറയുന്നത് ഞാൻ കേട്ടതാണോ, പിന്നെ പല പ്രാവശ്യം നമുക്ക് ഓർമ്മകൾ അങ്ങനെയാണല്ലോ, ഓർമ്മകൾ നമുക്ക് കൃത്യമായിട്ട് നടന്നതല്ല നമുക്ക് ഓർമ്മ ഉണ്ടാകും. കാരണം ഒരു സംഭവം നടന്നു, പിന്നെ അതിനെ നമ്മൾ ഓർമ്മിച്ചെടുത്തിട്ട് അതിന് വേറൊരു രൂപമൊക്കെ നമ്മൾ കൊടുക്കും. അപ്പം എൻ്റെ ഓർമ്മയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ബൈ ലാൻഡാണ് ഇറാനിലേക്ക് എത്തുന്നത്. അതായത് നാട്ടിൽ നിന്ന് വിട്ട് അവർ ഡെസേർട്ടുകൾ താണ്ടി അതിലവരുടെ കൂടെ വന്ന ഒരാൾ മരിക്കുന്നു. പിന്നെ അവസാനം ഭക്ഷണവും കിട്ടാണ്ട് വളരെ ബുദ്ധിമുട്ടിയിട്ട് അവർ ടെഹ്റാനിലോ ഇറാൻ്റെ എത്തുകയാണ്. അന്ന് പേർഷ്യ, അന്ന് ഗൾഫിൻ്റെയൊക്കെ മുമ്പുള്ള സാധനമാണ്. 70കളുടെ അവസാനം എന്ന് പറഞ്ഞാൽ ഈ അവിടുത്തെ നടക്കുന്ന ഖുമൈനി വരുന്നതിന് മുമ്പ് ഷാഹിൻ്റെ കാലത്തുള്ള സംഭവം. അപ്പോൾ അവിടേക്ക് വന്നിട്ട് ഇവർ പറയും, അവിടെ എത്തിയ സമയത്ത് ഒരു ഇറാനിയൻ വന്നിട്ട് ഒഴിച്ചു കൊണ്ടുപോയിട്ട് ഭക്ഷണം ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇവർ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സിനിമ കാണുന്ന സമയത്തൊക്കെ ആ ഒരു ആള് രക്ഷപ്പെടുത്തുന്നുണ്ടല്ലോ അവസാനം. അതൊക്കെ കാണുന്ന സമയത്ത് എത്രയോ കാലങ്ങളായിട്ട് ആടുജീവിതം എന്ന് പറയുന്നത്, ഞാൻ ആ സിനിമ കണ്ടു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ സാൻ ലിയാൻഡറിലുള്ള ഒരു കക്ഷി, കോഴിക്കോടുള്ള ഒരാൾ അവിടെ നിന്ന് വെച്ചിട്ട് എന്നെ കണ്ടു. അത് പറഞ്ഞു, ഒരു ആടുജീവിതമാണ് എല്ലാം അല്ലേ എന്നുള്ളത്. അത് പറയുമ്പോൾ ഒരിക്കലും നജീബ് അനുഭവിച്ചതോ അങ്ങനെ ആൾക്കാർ അനുഭവിക്കുന്നതിനെ ഡിസ്കൗണ്ട് ചെയ്യല്ല. പക്ഷേ അതിലൊക്കെ ഈ നാട്ടിലേക്ക് തിരിച്ചെത്തണം. വി ആർ എവേ ഫ്രം വേർ വി റിയലി ബിലോങ് എന്നുള്ളൊരു സംഭവമുണ്ട്. നമ്മൾ എവിടുത്തുകാരാണോ അവിടെയല്ല നമ്മളുള്ളത് എന്നുള്ളത്, നമ്മൾ ഐഡന്റിറ്റി അവിടെയാണ് എന്നുള്ളൊരു തോന്നല് അത് ഭയങ്കരമായിട്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ ഒരു പോഡ്കാസ്റ്റ് അറ്റൻഡ് ചെയ്തപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു, ഞാൻ 24 വർഷമായി ഇവിടെ വന്നിട്ട്. എനിക്കിപ്പോഴും നാളെ ഞാൻ ജീവിക്കുന്ന ഈ സ്ഥലം അല്ലെങ്കിൽ വിട്ടു പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് യാതൊരു വിഷമം ഉണ്ടാവില്ല. ആൻഡ് ഇറ്റ്സ് എ വെരി സാഡ് സ്റ്റേറ്റ് ഓഫ് അഫെയർ എന്നല്ല ഞാൻ പറയുന്നത്. കാരണം എൻ്റെ ജീവിതത്തിലെ 24 വർഷവും ചെലവാക്കിയ സ്ഥലവുമായിട്ട് അല്ല ഞാൻ കണക്റ്റഡ് എന്ന് പറയുന്നത്. എന്തൊരു പരാജയമാണ് എൻ്റെ ജീവിതം എന്നൊക്കെ തോന്നിപ്പോ ഇടയ്ക്ക്. അതെനിക്ക് തോന്നുന്നത് വരണോ, അതെനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ബാല്യം നമ്മൾ എവിടെയാണോ ചെലവഴിക്കുന്നത്. പക്ഷെ എനിക്ക് ഇറാനിൽ പോകണം, ദുബായിൽ പോകണം തോന്നുന്നില്ല. അതും തോന്നുന്നില്ല. അല്ല, ദുബായിൽ പോകണം തോന്നുന്നില്ല. എനിക്ക് ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ബാങ്ക് വിളി കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിക് ആണ്. കാരണം ഞാൻ ദുബായിലാണ് എൻ്റെ കുട്ടിക്കാലം ഇതായിട്ടുള്ളത്. അപ്പം ഇറാൻ എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ദുബായ് എനിക്ക് വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള സംഭവം. കാരണം ദുബായ് എന്ന് പറയുമ്പോൾ ഞാൻ കുട്ടിയായി അവിടെ നിന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ജോലി എടുക്കാൻ വേണ്ടി പോയപ്പോൾ ഞാൻ വളർന്ന ആ വീട്ടിലേക്ക് ഞാൻ പോവുകയും അത് അതേമാതിരി ഒരു വ്യത്യാസവും ഇല്ലാത്ത ആ പ്രദേശങ്ങൾ അങ്ങനെ കിടക്കുന്നുണ്ട്. ബാക്കി പലതും ഇതായിട്ടുണ്ടെങ്കിലും ആ സമയത്ത് എനിക്ക് ഓർമ്മയുള്ള ഒരു സംഭവമുണ്ട്. എൻ്റെ അച്ഛൻ്റെ ഒക്കെ പരിചയമുള്ള ഒരാളിൻ്റെ അടുത്ത് വന്നിട്ട് ആ സമയത്ത് നമുക്ക് ഒറ്റയ്ക്കല്ലോ, നമ്മളൊരു അങ്കിളായിട്ട് നമുക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ലല്ലോ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല കുഴപ്പമില്ല, അല്ല നീ സ്ട്രഗിൾ ചെയ്യരുത് എന്നുള്ള എനിക്ക് നിർബന്ധമുണ്ട്. കാരണം അപ്പം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം, പൈസ എൻ്റെ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് അവരുടെ വൈഫ് ഒരു ദിവസം പറഞ്ഞു, നീ കിടക്കണ മുറി എന്ന് എനിക്ക് കാണണം. അപ്പം ആയിക്കോട്ടെ എന്നാണ്. അപ്പം എൻ്റെ മുടി അപ്പം ഞാനൊരു റൂം വാടകയ്ക്ക് എടുത്തിരിക്കുകയാണ് ഒരു ഫ്ലാറ്റിൽ. അവർ ഈ സബ്ലെറ്റ് ചെയ്യാന്നുള്ള സംഭവമുണ്ട്. 2 റൂം എടുത്തിട്ട് ഇപ്പോൾ ചെറിയ ഫാമിലി ആണെങ്കിൽ ഞാനും വേറൊരു ഗോവക്കാരനുണ്ട്. അപ്പം ഇതൊന്നുമില്ല, ഒറ്റ മുറി, പിന്നെ 2 മറ്റേ കിടക്കാൻ വേണ്ടിയുള്ള സാധനം തിരിച്ചിട്ടുണ്ട്, അതിലിങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അവിടെ ഇവിടെ കുറേ സാധനങ്ങളുണ്ട്. ഇവിടെ ആകെ അലങ്കോല. അത് ഇനി തിരിച്ചു വന്ന് അന്നേരം അപ്പം വൈകുന്നേരം ആകുമ്പോൾ തേഴ്സ്ഡേ ആകുമ്പോൾ എന്നെ അവർ വിളിക്കും, അവരുടെ വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണമൊക്കെ തരും. അപ്പം ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ അപ്പോൾ എന്നോട് അവർ പറഞ്ഞു, ഇങ്ങനെ എൻ്റെ റൂം കണ്ടപ്പോൾ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. പക്ഷെ എന്താ, എൻ്റെ മോനെ വൃത്തിയുടെ കാര്യത്തിൽ ചീത്ത പറയുന്നത് ഞാൻ കംപ്ലീറ്റ് ശാന്തനല്ലേ, നിന്നെയൊക്കെ നിൻ്റെ അമ്മ എത്ര ചീത്ത പറഞ്ഞിട്ട് എന്നിട്ടും നീ നന്നായിട്ടില്ല. ആ ചീത്ത പറഞ്ഞ കാര്യം ഗുണം ഉള്ള അല്ലാണ്ട് വേറെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല. അതോടുകൂടി ഞാൻ വിചാരിച്ചു, ഇപ്പം എത്ര ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല, ഇതൊക്കെ തന്നെയാണ് ഉണ്ടാവുക അവസാനം എന്നുള്ളത്. ഈ പിന്നെ നീ സ്ട്രഗിൾ ചെയ്യരുത് എന്ന് ഒരാൾ വന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ആടുജീവിതം കണ്ടപ്പോഴും നമ്മൾ തിരിച്ച് ആടുജീവിതത്തിലേക്ക് വരുന്നുണ്ട് തോന്നിയൊരു കാര്യമാണ് ഈ പ്രവാസത്തിൽ നാട്ടിൽ നമ്മളെ വിട്ടുപോകാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. നാട്ടിൽ വിട്ടുപോകാത്ത നമ്മളുടെ ഓർമ്മകൾ അല്ലെങ്കിൽ നമ്മൾ കടന്നു വന്ന നമ്മുടെ വഴികളൊക്കെ. ഈ പ്രവാസത്തിന് വേണ്ടി നമ്മൾ ഒരു നാട്ടിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചില അവധൂതന്മാർ വരും. ആടുജീവിതത്തിലുണ്ട് ഒരു അവധൂതൻ. അതായത് നമ്മളെ സഹായിക്കാനായിട്ട്
നമ്മളെ ശ്രദ്ധിക്കാനായിട്ട്, നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കാനായിട്ട് യാതൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെ, ഇനി കാണുമെന്നോ അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കുമെന്നോ അങ്ങോട്ട് എന്തെങ്കിലും സഹായം കിട്ടുമെന്നോ യാതൊന്നും പ്രതീക്ഷിക്കാതെ, എന്നാൽ ആദ്യമായിട്ട് അവിടെ വരുന്ന ഒരു മനുഷ്യൻ കടന്നു പോകാൻ ഇടയുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി എപ്പോഴും നമ്മളെ കംഫർട്ടബിൾ ആക്കാൻ വേണ്ടി ശ്രമിക്കുന്ന അപരിചിതനായ ഒരു മനുഷ്യൻ. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, നമ്മൾ ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും മിസ് ചെയ്യുന്നത് ഫുഡാണ്. നമ്മൾ കഴിക്കുന്നത് KFC ആയിരിക്കും, അല്ലെങ്കിൽ മട്ടി ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന നമ്മൾ അതുവരെ കഴിച്ച് നമ്മുടെ പിന്നെ എല്ലാ ദിവസവും നമ്മുടെ ഭക്ഷണം വല്ലപ്പോഴും മാത്രം നമ്മൾ കഴിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുറേ ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുമ്പോൾ നമ്മുടെ നാവില് ചോറ്, നാട്ടിൽ ഇരുന്നപ്പോൾ നമുക്ക് ഇത് കഴിച്ച് മടുത്തു എന്ന് പറഞ്ഞിരുന്ന സാമ്പാർ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്താ പറയുക വലിയൊരു കൊതിയായിട്ട് വരാൻ തുടങ്ങും. അപ്പോൾ നമ്മളെ വിളിച്ചിട്ട് എന്നാൽ കുറച്ച് ചോറും പരിപ്പേറി കൊണ്ട് എടുക്കട്ടെ എന്ന് പറയുന്നൊരു അപരിചിതൻ. ഏതെങ്കിലും നമ്മൾ മിക്കവാറും ബാച്ചിലർ കാലത്തിലായിരിക്കും ഇവിടെ ഇങ്ങനെ പ്രവാസം നമ്മൾ ആരംഭിച്ചിട്ടുണ്ടാവുക. അപ്പം കുറെ മലയാളികൾ ഒരുമിച്ച് താമസിക്കുന്ന അവിടെ വിളിച്ചിരുന്നു. അവിടെ ചിലപ്പോൾ നീ കഴിച്ചിട്ടാണോ എന്ന് ചോദിക്കുന്നു. അവന് നമ്മുടെ അവസ്ഥ അറിയില്ല. നമ്മൾ ഇങ്ങനെ ഒരു കൊതിയുടെ എന്താ പറയുക ഒരു മുനമ്പിലാണ് നിൽക്കുന്നതെന്ന് അവൻ അറിയില്ല. നമ്മള് ഇച്ചി ചോറ് കിട്ടിയിരുന്നെങ്കിൽ നിന്ന് പിന്നെ ദാഹിച്ച് മോഹിച്ച് നടക്കുകയാണെന്ന് അവൻ അറിയില്ല. അപ്പൊ അവൻ ചോദിക്കുകയാണ്, നീ കഴിച്ചിട്ടാണോ വാങ്ങിയ? അവൻ അറിയത്തില്ല, അവൻ എന്തു വലിയ കാര്യമാണ് ചെയ്യുന്നത് അവൻ അറിയത്തില്ല. അപ്പൊ ഒരു സ്റ്റീൽ പാത്രത്തിനകത്ത് കുറച്ച് ചോറ്, കുറച്ച് പരിപ്പേറി, ബാക്കി വന്ന ഇതിൽ നിന്ന് എന്താ പറയുക വടിച്ച് കോരിയിട്ട ഒരു തോരന്റെ ഇതും, അതിനകത്ത് ഒരു ചെറിയ കറിവേപ്പില്, അതൊക്കെ പിന്നെ ബാക്കിയുള്ള 1-2 പിന്നെ മെഴുക്കുരട്ടിയുടെ തുണ്ടും ഒക്കെ ഇട്ട് കൊണ്ടുവന്ന് അത് തന്ന മനുഷ്യന്മാരുടെ മുഖം അവരറിയുന്നുണ്ടാവില്ല, പക്ഷെ നമ്മൾ മറക്കത്തില്ല. അതുപോലെ നമ്മളെ ആദ്യമായിട്ട് ഷോപ്പിങ്ങിന് നമുക്ക് ഇവിടുത്തെ പ്രധാന പ്രശ്നം കാറില്ലാതെ ജീവിക്കാൻ പറ്റില്ല. നമുക്ക് വന്നിറങ്ങുന്ന നമുക്ക് ലൈസൻസ് ഇല്ല, നമുക്ക് കാറില്ല, എവിടെ ഇന്ത്യൻ സ്റ്റോർ എന്നറിയില്ല, ഏത് കടയിൽ പോയാൽ എന്തൊക്കെ കിട്ടുമെന്നറിയില്ല, നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ എവിടെ നിന്ന് കിട്ടുമെന്ന്. അപ്പം നമ്മളെ വിളിച്ചുകൊണ്ട് പോയി ആദ്യമായിട്ട് കാറിൽ കയറ്റി കട കാണിച്ചിരുന്ന മനുഷ്യൻ, അവിടെ എങ്ങനെയാണ് സാധനം അടിക്കേണ്ടത്, സാധനം മേടിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന മനുഷ്യൻ, പിന്നെ പെട്രോൾ പമ്പിൽ പോയാൽ എങ്ങനെ പിന്നെ വണ്ടിക്ക് പിന്നെ ഗ്യാസ് അടിക്കണമെന്ന് പഠിപ്പിക്കുന്ന മനുഷ്യൻ. അതൊക്കെ നമ്മൾ ആദ്യം ഇതൊക്കെ പഠിച്ചെടുത്ത ഏതൊക്കെയോ ആൾക്കാരുടെ കൈകളിലൂടെ, ഏതൊക്കെയോ ആൾക്കാരുടെ കരുണയിലൂടെ, അവര് പോലും അറിയാത്ത ഒരുപാട് സഹായങ്ങളുടെ കൈ പിടിച്ച് നമ്മൾ പടുത്തുയർത്തിയ ഒരു ജീവിതമാണ് ഈ പ്രവാസ ജീവിതം എന്ന് പറയുന്നത്. അതുണ്ട്. അത് പറയുമ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്. കാരണം ഒരു കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷമായിട്ട് ഇവിടെ ഒരു കക്ഷി ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട് നാട്ടിൽ നിന്ന് വന്ന ഒരു കക്ഷിയാണ്. ഇവിടെ വന്ന് ഫണ്ടിങ് ഉണ്ട്. ഇപ്പോൾ ലാൻഡ് ചെയ്ത് വിളിച്ചത് കഴിഞ്ഞിട്ട് ഞാൻ അന്ന് വൈകുന്നേരം അയാളെ വിളിച്ചുകൊണ്ടുപോയി ഇന്ത്യൻ കടയിൽ കൊണ്ടുപോയി വെജിറ്റേറിയനായതുകൊണ്ട് കിട്ടുന്ന സാധനം രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവങ്ങൾ കണ്ടുണ്ടോ, അത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങി 2-3 പാക്കറ്റായിട്ട് ഇയാളുടെ അപ്പാർട്ട്മെന്റിൽ കൊണ്ടാക്കുന്നുണ്ട്. ശരിയാണ്. അത് നമ്മളങ്ങനെ പല സമയത്ത് നമ്മൾ അങ്ങനത്തെ പല കൽപ്പറ്റയുടെ ഒരു കവിതയുണ്ട്, എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് എവിടെയോ ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ കേട്ടിട്ടുള്ളതാണ്. വഴിയിൽ വെച്ച് കണ്ട അപരിചിതൻ നിന്റെ സംശയം തീർത്തു തന്നില്ല. ഞാൻ ആടുജീവിതം കണ്ടപ്പോൾ എനിക്ക് വലിയ ഓർമ്മ വന്നു. ശരിക്കും നജീബ് പിന്നെ എന്താ പറയുക, പെരിയോനെ എന്ന് വിളിച്ച് കരയുന്നു, നിലവിളിക്കുന്നു. ആ പെരിയോൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനൊക്കെ ഒരു ഉത്തരമായിട്ട് വഴിയിൽ വെച്ച് കണ്ട ഒരു അപരിചിതൻ അല്ലേ, ആ അപരിചിതൻ നിനക്ക് നിന്റെ ദൈവത്തെ കുറിച്ചുള്ള എല്ലാ സംശയങ്ങളും നിനക്ക് തീർത്തു തന്നില്ല. ആ കവിത അത്രയും ആപ്റ്റായിട്ട് എനിക്ക്, ആ സിനിമ തന്നെ സഞ്ചരിക്കുന്നത് ഈ അപരിചിതന്റെ കൈ പിടിച്ചാണ്. ഈ അപരിചിതൻ എന്ന് പറയുന്ന മനുഷ്യനാണ് ആ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് ആ സിനിമയുടെ ഒരു വിഷൻ, ആ സിനിമ പറയാൻ ശ്രമിക്കുന്ന സിനിമയുടെ എന്താണോ സിനിമ നമ്മളിലേക്ക് പകരാൻ ശ്രമിക്കുന്നത് അത് മുഴുവൻ സാധ്യമാക്കുന്നത് ആഫ്രിക്കക്കാരനായ ആ അവധൂതനിലൂടെയാണ് അത് സാധ്യമാക്കുന്നത് അല്ലെ. വഴിയിൽ വെച്ച് കണ്ട അപരിചിതന്മാരുടെ, അങ്ങനെ എത്രയോ വഴിയിൽ വെച്ച് കണ്ട അപരിചിതന്മാരിലൂടെയാണ് ഓരോ പ്രവാസിയുടെയും ജീവിതം വേറൊരു നാട്ടിൽ ഉണ്ടായിരുന്നത്. അല്ല, എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ അമേരിക്കയിൽ ജീവിക്കുന്ന സമയത്ത് ഇപ്പം എനിക്ക് കമ്പാരിസൺ ഉണ്ട്. ഈ ഇറാനിലുള്ള ജീവിതം എനിക്ക് അത്ര വലിയ ഓർമ്മയില്ല എന്നുണ്ടെങ്കിൽ ഇറാനിലുള്ള ജീവിതം, പിന്നെ ദുബായിലുള്ള ജീവിതം, അത് കഴിഞ്ഞ് ദുബായിൽ ഞാൻ ഒരു ഫാമിലിയുടെ കൂടെ താമസിക്കുന്നതും പിന്നെ ഞാനവിടെ ജോലി ചെയ്ത് ഇരിക്കുമ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഞാനവിടെ ഞങ്ങളൊരു ക്വാർട്ടേഴ്സ് മാതിരിയാണ് ഞങ്ങൾ താമസിക്കുന്നത്, അച്ഛൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൻ്റെ. അപ്പോൾ ഞങ്ങൾക്ക് പരിചയത്തിലുള്ള അമ്മയുടെ ഒരു ഡിസ്റ്റൻറ്റ് റിലേറ്റീവാണെന്ന് തോന്നുന്നു. അദ്ദേഹം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് വീട്ടിലേക്ക് വരും. ഉച്ചയ്ക്ക് ദുബായിലുള്ള സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ആൾക്കാർ വരും, കിടന്നുറങ്ങുകയും ഉച്ചയ്ക്ക് ഉറങ്ങുന്നൊരു ശീലം അവിടെ ജനറലി ആൾക്കാർ ഓരോ പീരീഡ് ഓഫ് ടൈം. അപ്പോൾ ഈ വ്യക്തി ഒരു ഇറാനി
കടയിലാണ് ജോലി എടുക്കുന്നത്. അവിടെ അവിടെ പാത്രം കഴുകുക, അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക, അവിടെ ജീവിക്കുക. വളരെ എന്നിട്ട് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് നടന്നു വരും. ആ പൊരി വെയിലത്ത് നടന്നു വരും. ചിലപ്പോൾ ഭക്ഷണം ഉണ്ടാവും, എന്നിട്ട് ഭക്ഷണം കഴിക്കും. എന്നിട്ട് അയാൾ ആ ഒരു 3 മണിക്കൂറിൽ അയാൾ തിരിച്ച് അവിടേക്ക് വരുമ്പോൾ തന്നെ വേർത്ത് കുടിച്ചിട്ട്. അപ്പം ഞാൻ ഒരു ദിവസം ഞാൻ അങ്ങനെ അച്ഛനോട് ചോദിച്ചു, എന്തിനാണ് മൂപ്പരിങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ ആ വേർത്ത് ബുദ്ധിമുട്ടിയിട്ട് നടന്ന് ഇവിടം വരെ വന്നിട്ട് ഇവിടെ വന്നിട്ട് കിടന്ന് ഉറങ്ങുകയാണ് ആ സമയത്ത്. അപ്പോൾ സിനിമ വെക്കൂ എന്നൊക്കെ പറഞ്ഞ്, അപ്പോൾ ഞാൻ എന്തെങ്കിലും സിനിമ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ വയ്ക്കുന്നുണ്ടെങ്കിൽ അയാൾ ഐ തിങ്ക് കംസ് ഓൺ എ ഫ്രൈഡേ, നോട്ട് എവറി ഡേ, കംസ് ഓൺ എ ഫ്രൈഡേ. അങ്ങനെ അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കും എന്തിനാണ്. അപ്പം അച്ഛൻ പറഞ്ഞു, നമുക്ക് പറയാൻ പറ്റില്ല, പല ആൾക്കാർക്കും ഇവിടെ വരുന്ന സമയത്ത് അയാളുടേതാണ് എന്ന് തോന്നുന്ന ഒരു അന്തരീക്ഷമൊക്കെ അവിടെ ഉണ്ട്. കാരണം ആ സമയത്ത് അച്ഛനൊക്കെ പോയി കിടന്നുറങ്ങും, കാരണം അച്ഛനുള്ള സമയമാണ് ഉച്ചയ്ക്ക് ഉറങ്ങാൻ പോകും. പക്ഷെ ഞാനും അയാളും മാത്രമാണ്, അയാളിങ്ങനെ ഉറങ്ങുന്നുണ്ടാവും. അപ്പം ഞാനിങ്ങനെ ഇയാളെ നോക്കും വരുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് അതുകൊണ്ട് ആ സമയത്ത് അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുക, ഈ സിനിമയെ കാണുന്ന സമയത്തും, ഈ സിനിമ കാണുമ്പോഴല്ല ആക്ച്വലി പുസ്തകം വായിക്കുന്ന സമയത്താണ് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നത്. കാരണം ആ ഒരു സമയമേ ഉള്ളൂ. അത് ഇപ്പം ഞാൻ നേരത്തെ ചീവീടിൻ്റെ ശബ്ദം കേൾക്കാൻ വേണ്ടി പറഞ്ഞ മാതിരി, അതായത് നാട്ടിലേക്ക് എത്തി, നാടുണ്ട് എന്നുള്ള ആ ഫീലിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ആക്ടിവിറ്റി യുനോ, അതൊരു വലിയൊരു സംഭവം തന്നെയാണ്. ലോകത്ത് പല ഭാഗത്തും ചിലപ്പോൾ എനിക്ക് അറിഞ്ഞൂടാ, ഇപ്പം ചില ആൾക്കാർക്ക് അവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. ഇപ്പം നമ്മളെപ്പോഴും ആലോചിക്കുന്നത് നമ്മൾ ഇപ്പം നമുക്ക് കേരളത്തിലേക്ക് തിരിച്ചു പോകാൻ, കാരണം ലോകത്തിൽ എവിടെയുള്ള ഒരു മലയാളിക്കും സ്വന്തം നാട്ടിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് നന്നായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ബാക്കി ഇന്ത്യയിൽ പല സ്ഥലത്തിനെക്കാട്ടുള്ളൊരു സ്ഥലമാണ് കേരളം എന്നൊരു ഫാക്ടറും കൂടെ. ഇപ്പോൾ മനുഷ്യരുടെ മനോഭാവം തന്നെ മാറിയിട്ടുണ്ട്. പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ നിന്ന് പുറപ്പെടുന്നത് നാട്ടിലേക്ക് തിരിച്ചു വരാൻ, അതെ അതെ, എല്ലാ പുറപ്പെടലുകളും നമ്മൾ പുറപ്പെട്ടെടുത്തേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് നമ്മൾ നാട്ടിൽ നിന്ന് പുറപ്പെടുന്നത് ഒരിക്കലും ഇങ്ങോട്ടേക്ക് തിരിച്ചു വരരുതേ എന്നൊരു ചിന്തയിൽ നിന്നാണ് ആ ഒരു ആലോചന തുടങ്ങുന്നത് തന്നെ എന്നുള്ള ഒരു ഇതിലേക്ക് ആ മനോഭാവം മാറുന്നത്. അതിന് ശരിതെറ്റുകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അതിലൊരുപാട് സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ പല തലങ്ങളിൽ നമുക്ക് അതിന്റെ കാരണങ്ങൾ കണ്ടെത്താൻ പറ്റും. എങ്കിലും ഞാൻ പൊതുവിൽ പറയുകയാണ്, പൊതുവിൽ നമ്മളിപ്പോ ഈ പറയാൻ ശ്രമിച്ച, പങ്കുവയ്ക്കാൻ ശ്രമിച്ച ആ ഒരു ഗൃഹാതുരത്വം എന്ന് പറയുന്ന ആ ഒരു സംഗതി ഒരു 1-2 തലമുറയ്ക്ക് മുമ്പ് ഉണ്ടായിരുന്നവർ അനുഭവിച്ചതിന്റെ അത്ര നമ്മൾ അനുഭവിക്കുന്നുണ്ടാവില്ല. നമ്മൾ അനുഭവിച്ചതിന്റെ അത്ര ഇനി വരാൻ പോകുന്ന തലമുറയും അനുഭവിക്കുന്നുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് സ്വാഭാവികമായ ഒരു മാറ്റമാണ്. അത് ക്ലോസർ ആയല്ലോ. ഇപ്പൊ നമുക്കത് ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ പെട്ടെന്നൊരു ആവശ്യത്തിന് നമുക്ക് നാട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ പോകാൻ പറ്റുമെന്നുള്ളൊരു കാലത്ത് കൂടെയാണ് നമ്മൾ പോകുന്നത്. അതെ, ഫ്ലൈറ്റ് എടുക്കണം, സമയം കൂടുതൽ സ്പീഡുള്ള ഫ്ലൈറ്റുകൾ വരിക, കൂടുതൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അല്ലാണ്ട് ഇന്നിപ്പം അച്ഛൻ്റെ അമ്മ മരിച്ച സമയത്ത് അച്ഛനെ നാട്ടിലേക്ക് വരാൻ പറ്റിയിട്ടില്ല. എൻ്റെ പ്രിൻസിപ്പൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അദ്ദേഹം പഠിക്കുകയായിരുന്നു, 3 മാസം 4 മാസം കൂടുമ്പോഴേ ഒന്ന് നാട്ടിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പം പ്ലാൻ ചെയ്ത് മരിച്ചില്ലെങ്കിൽ ആൾക്ക് വരാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇനിയിപ്പം പ്ലാൻ ചെയ്യാതെ ആയാലും അന്നൊക്കെ എനിക്ക് അന്ന് അച്ഛന് കത്തയച്ചു അമ്മയ്ക്ക്. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും അമ്മ പറഞ്ഞിട്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഇഫ് ഐ വോർ എ ചൈൽഡ് അഗെയിൻ എന്നാണ് അച്ഛൻ, അത് ടെലിഗ്രാമായി എന്തൊരു സാധനം അയച്ചതാണ്. അപ്പം നമുക്കതല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് നാട്ടിലേക്ക് വരിക എന്നുള്ളതിൻ്റെ ഇന്ന് വളരെയേറെ മാറിയിട്ടുണ്ട്. ഇപ്പം നൊസ്റ്റാൾജിയ തോന്നുന്നത് എന്താ, ഒന്നും വേണ്ട, ഫേസ്ബുക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ, ഒരു 2 നോക്കിക്കഴിഞ്ഞാൽ, ഒരു റീല് നോക്കിക്കഴിഞ്ഞാൽ, സിനിമ കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെ രീതിയിൽ അതിൽ നജീബ് കാണുന്ന ഒരു ജീവിതം, അതായത് കംപ്ലീറ്റ്ലി ഡിസ്കണക്റ്റഡ് ഫ്രം ദ വേൾഡ് എന്നുള്ളൊരു സംഭവമായിരുന്നു കുറെ കാലം മുമ്പ് ഒരുവിധം നല്ലൊരു ശതമാനം ആൾക്കാരുടെ. ഈ സോഷ്യൽ മീഡിയ കാര്യം നമ്മൾ ശരിക്കും എങ്ങനെയാണ് ആ ഗ്രഹാതുരത്വത്തെ നമ്മൾ അറിയുന്നത്? നമ്മൾ അറിയുന്ന ചില ഇല്ലായ്മകളിലൂടെയാണ് അല്ലേ? അതായത് ആ ഇല്ലായ്മ വരുന്നത് നമ്മൾ എത്തിയിരിക്കുന്ന സ്ഥലവും നമ്മുടെ നാടും തമ്മിലുള്ള ദൂരം, അവിടേക്ക് നമുക്ക് തിരിച്ച് എത്തണമെങ്കിൽ എടുക്കുന്ന സമയം, അത് എത്ര വേഗത്തിൽ സാധിക്കും. അതുപോലെ നമുക്ക് അവിടുന്ന് വരുമ്പോൾ നമ്മൾക്ക് മിസ് ചെയ്യുന്ന മനുഷ്യരുമായിട്ട് സംസാരിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി അല്ലേ, നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് കൂട്ടം കൂടി ഇരുന്ന് വർത്തമാനം പറയാനുള്ള ഓപ്പർച്യൂണിറ്റീസ്, ഇതൊക്കെ മിസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഗ്രഹാതുരത്വം എന്ന് പറയുന്നത് വളർന്ന് പന്തലിച്ച് നമുക്ക് എന്തോ പിടിച്ചെടുക്കേണ്ടുന്ന, നേടിയെടുക്കേണ്ടുന്ന ഒന്നായിട്ട് വലുതാവുന്നത്. ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക്
നമ്മുടെ മൊബൈലിലൂടെ, അല്ലെങ്കിൽ ഒരു കോളിലൂടെ, വാട്സപ്പിലൂടെ, അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെ, അല്ലെങ്കിൽ ഇൻസ്റ്റയിലൂടെ നമ്മുടെ നാടെന്ന് പറയുന്നത് ഇത്രയൊന്നും ദൂരത്തല്ലാതെ, ഇത്രയൊന്നും സമയം ആവശ്യമില്ലാതെ, ഇത്രയൊന്നും വളർന്നു വലുതാവാൻ നമ്മൾ വിചാരിച്ചാൽ പോലും അത് സമ്മതിക്കില്ല. എല്ലാം നമ്മുടെ വിരൽ തുമ്പിൽ ഉള്ള, അഥവാ ഒന്ന് പോകണമെന്ന് വെച്ചാൽ പോലും നമുക്ക് 24 മണിക്കൂറിനുള്ളിൽ പരമാവധി നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഇടങ്ങളായി ഇതെല്ലാം മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതെല്ലാം എല്ലാ ദിവസവും എല്ലാ മണിക്കൂറിലും നമ്മുടെ ചുറ്റിലുമുള്ള, നമ്മുടെ ചുറ്റും എന്താ വേറെ ഒരു അടുത്താണ് നടക്കുന്നെങ്കിലും നമ്മുടെ ചുറ്റിലും കൂടിയാണ് നടക്കുന്നത് എന്നൊരു ഫീൽ നമുക്ക് വരുന്നുണ്ട്. അവിടെ നിന്ന് നമ്മൾ ഒരിക്കലും വേർപെട്ട് മറ്റൊരിടത്ത് ആവുന്നില്ല, ഒരിക്കലും നമ്മൾ വേറൊരിടത്തേക്കും ആവുന്നില്ല. നമ്മൾ അതിന്റെ കൂടെ തന്നെ നമ്മളിപ്പം അവിടെ നടക്കുന്ന എല്ലാ വിഷയങ്ങളും നമ്മൾ ചർച്ച ചെയ്യുന്നു, അവിടെ വരുന്ന എല്ലാ സിനിമകളും നമ്മൾ കാണുന്നു, അവിടുത്തെ ഓരോ സിനിമയെ കുറിച്ച് നടക്കുന്ന എല്ലാ വിശദാംശങ്ങളും നമ്മൾ അറിയുന്നു. അതിന്റെ ഓഡിയോ ലോഞ്ച് തൊട്ട്, അതിന്റെ ട്രെയിലർ തൊട്ട്, അതിന്റെ ട്രോള് തൊട്ട്, അതിലെ 1ാം ദിവസത്തെ റിവ്യൂ, 2ാം ദിവസത്തെ റിവ്യൂ, കാരണം ഈ 3 റിവ്യൂ വ്യത്യാസമാണ്. സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് വരുന്ന റിവ്യൂ ഉണ്ട്, അത് വേറെ, അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. സിനിമയ്ക്ക് ശേഷം വരുന്ന 1ാം ദിവസം, 2ാം ദിവസം, നളചരിതം, 4ാം ദിവസം, 3ാം ദിവസം എന്ന് പറയുന്ന ഓരോ റിവ്യൂവിന്റെ വ്യത്യാസങ്ങൾ, ഇത് ഉൾപ്പെടെ നമ്മൾ ഓരോ നിമിഷത്തിലും ഒരു ഇറ്റ് പോലും നഷ്ടപ്പെടാതെ നമ്മളും അറിഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നൊസ്റ്റാൾജിക് ആവാൻ ഒരു അവസരം നമുക്ക് ഈ കാലം തരുന്നില്ല എന്നുള്ളതാണ്. ശരിയാണ്. നമ്മൾ വി ആർ ഇൻ ദ തിക്ക് ഓഫ് തിങ്സ് ഓൾ ദ ടൈം എന്നുള്ളൊരു സംഭവമുണ്ട്. ആക്ച്വലി എനിക്ക് തോന്നുന്നത് നമ്മളിങ്ങനെ സംസാരിച്ച് പോയി നമുക്ക് സംസാരിക്കേണ്ട ഒരു സംഭവം ഉണ്ട് അതിൽ. ആക്ച്വലി സംസാരിക്കണമെന്നില്ല, അത് നമുക്ക് ഒരു അടുത്തൊരു ഇതായിട്ട് ഇങ്ങനെ സംസാരിക്കാം. അത് ഈ നമ്മളിപ്പോൾ പ്രവാസികളുടെ ഭാഗത്തു നിന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ധാരാളം ഇത് കാണുന്ന ആൾക്കാരുണ്ടായിരിക്കാൻ മതി എങ്ങനെങ്കിലും ഒന്ന് അമേരിക്കയിൽ എത്തിപ്പെടണം, എങ്ങനെങ്കിലും ഒന്ന് എവിടെയെങ്കിലും എത്തിപ്പെടണം എന്നുള്ള. പല ആൾക്കാരുടെയും ഗൾഫാണ് അവരുടെ എത്തിപ്പെടുക എന്നുള്ള, അല്ലെങ്കിൽ വളരെ ക്ലോസസ്റ്റ് ആൾക്കാർ പോയി വരുന്നത് കാണുന്നത്. ഇപ്പോൾ ധാരാളം ആൾക്കാരുണ്ട്. പണ്ടൊക്കെ ഞാൻ ആലോചിക്കായിരുന്നു, ഈ അമേരിക്കയിൽ പോകുന്നതിന് ശരിക്കും അമേരിക്കയിലാണോ പോകുന്നത്, ബോംബെയിൽ പോയി തിരിഞ്ഞു കളിച്ച് തിരിച്ചു വരികയാണോ? അതെന്തുകൊണ്ടാണ് ഞാൻ പറയട്ടെ, ഓർഡർ നമ്മ ആളറിയാമെന്നുള്ള സിനിമയിലെ ശ്രീനിവാസന്റെ ക്യാരക്ടർ കണ്ടിട്ട് അതിനുശേഷം വന്നൊരു സംശയമല്ലേ, ആരെ കണ്ടാലും ഹൗ മെനി കിലോമീറ്റേഴ്സ് ബിറ്റ്വീൻ മിയാമി ബീച്ച് ആൻഡ് വാഷിംഗ്ടൺ DC എന്ന് ചോദിക്കാൻ തീരെ. ഞാൻ അമേരിക്കയിലുള്ള ആൾക്കാരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും അമേരിക്ക എന്തോ ഒരു ഇതായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടായിരുന്നുണ്ട്. പക്ഷേ നമുക്കെന്തായാലും ഇത് നമുക്കൊരു കൺക്ലൂഡിലേക്ക് ഇതാക്കാം. കാരണം അവിടെ ഇങ്ങനെ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർ ഇങ്ങനെ തിരിഞ്ഞു കളിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ബോറടിച്ചില്ലെങ്കിലും അപ്പുറത്ത് നിൽക്കുന്ന ആളുകൾക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും ചിലപ്പോൾ ബോറടിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത വേറെ പ്രവാസത്തിനെ പറ്റി കുറെ സംസാരിക്കാനുണ്ടാവും. നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ആ ആടുജീവിതം സിനിമ കാണുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് ഹോപ്പ്ഫുള്ളി പീപ്പിൾ വിൽ റിയലൈസ് ദ പ്രിവിലേജ് നമുക്ക് ഇന്ന് നാട്ടിലും പ്രവാസ ജീവിതത്തിലും ഒക്കെ തന്നെ നേടുന്ന പ്രിവിലേജുകളെ പറ്റി മനസ്സിലായിക്കൊണ്ടാണ് ആൾക്കാർ ഇത് കാണുന്നുള്ള പ്രതീക്ഷിക്കുക അല്ലേ? അതെ 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 അതെ. അത് പ്രവാസ ജീവിതം എന്നെങ്കിലും ഒരിക്കൽ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള ഒരു മനുഷ്യന്, അല്ലെങ്കിൽ അവരുടെ പരിചയത്തിലുള്ള, അവരുടെ ബന്ധത്തിലുള്ള, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ പ്രവാസി ആയിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാം ആ ഒരു കാലത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാനുള്ള ഒരു എന്താ പറയുക, ഒരു പിൻവിളിയാണ് പെരിയോനെ, അല്ലേ? പെരിയോനെ. അപ്പൊ അടുത്ത വീഡിയോയിൽ പിന്നെയും കാണാം.